തങ്ങൾ നൽകുന്ന വാചകങ്ങൾ അടിയളപ്പെടുത്തിയാണ് എൻ്റെ പഴയ കേരള നേതാവും അള്ളാഹുവിൻ്റെ ഇപ്പോഴത്തെ നേതാവുമായ അവർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും എഴുത്തുകളും കൊണ്ടാണ് ഞാൻ കാന്തപുരത്തിൻ്റെ സംഘടനയിൽ പ്രവർത്തിച്ചത്. വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെയും അക്കാലഘട്ടത്തിൽ ചെയ്തു. പിന്നീട് ആ പ്രസ്ഥാനം വ്യാജമാണെന്ന് കരുതി പോരുമ്പോൾ ഇത്തരം മാതൃകാപുരുഷന്മാർ കൂടെ ഉണ്ടാകുമോ എന്നൊരാശങ്കയുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 3 ദിവസം മുമ്പ് സംഗമത്തിലൂടെ അദ്ദേഹം സജീവമായി നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതിനു മുമ്പേ അദ്ദേഹത്തിന് എന്നെക്കാൾ മുമ്പേ കാന്തപുരം വിഭാഗത്വം അടുത്തിരുന്നു. അത് കാരണം അദ്ദേഹം വളരെ സൈലന്റായി കഴിയുകയായി. അങ്ങനെ സൈലന്റായി കഴിയുന്ന സമയത്ത് എന്റെ മാറ്റത്തെ പ്രശംസിച്ചുകൊണ്ടൊരു ദിവസം എന്നെ ഫോൺ ചെയ്തു. ആ ഫോൺ കോൾ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളായിരുന്നു ആദർശമുള്ള സുന്നിയാവാൻ പ്രേരിപ്പിച്ച പല നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള്. അതുകൊണ്ട് നിങ്ങളും എന്നോടൊപ്പം ഈ പ്രസ്ഥാനത്തിലുണ്ടായാൽ ഞാനതിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അടുത്ത പരിപാടിയിൽ വരാമെന്ന്. അങ്ങനെ തലക്രമിലെ പരിപാടിയിൽ വന്നു. അവിടെ നിന്ന് അദ്ദേഹം ചെറിയ സന്ദേശം നൽകി. ഇവിടെ വന്നപ്പോൾ വളരെ വലിയ വിശാലമായ സന്ദേശം നൽകി. ആ ബാധ്യതയിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്ക് സലീം നബി പറഞ്ഞതുപോലെ യാദൃച്ഛികമായി തോന്നിയ പദപ്രയോഗമല്ല ബാധ്യത. ബാധ്യത തോന്നുന്നത്, പറയാൻ തോന്നുന്നത് ഇഷ്കിന്റെ അലകടലുകൾക്ക് മുകളിലിരുന്ന് ആദർശം പഠിക്കുകയും ഹബീബിലേക്ക് നടന്നെടുക്കുകയും ചെയ്ത ആളുകൾക്ക് അത് പറയാൻ കഴിയും. ആ ഇഷ്കിലേക്ക് അടുപ്പിക്കുന്നത് സയ്യിദുമാരാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെ കാലാകാലങ്ങളിലായി അങ്ങനെ നടന്നടുപ്പിച്ചിരുന്നത് പാണക്കാട്ട് തറവാടായിരുന്നു. ആ മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ കേന്ദ്രമായിരുന്നു. അതുപോലെയുള്ള മറ്റ് സയ്യിദുമാരായിരുന്നു. ആ പാണക്കാട്ട് സയ്യിദുമാരിലൂടെയുള്ള സയ്യിദുമാരുടെ പാരമ്പര്യം, അഥവാ ജസദും റൂഹും ശുദ്ധിയുള്ളവർ. അവരുടെ ശരീരവും ശുദ്ധിയാണ്, ആത്മാവും ശുദ്ധിയാണ്. ഇങ്ങനെ ആത്മാവും ശരീരവും ശുദ്ധിയുള്ള ഒരു നേതൃത്വത്തിന് മാത്രമേ ആത്മീയതയുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കാനും ആത്മീയമായി നയിക്കാനും കഴിയും. അങ്ങനെയാണ് ബിദ്അത്തിന്റെ കാൽവെപ്പുകൾ ഉണ്ടായപ്പോ 921 കാലഘട്ടത്തിൽ നമ്മുടെ മഹാന്മാരായ സയ്യിദുമാരിൽ പ്രധാനിയായ വരക്കൽ തങ്ങൾ അവിടുത്തെ അവരുടെ മുല്ലാഹു സ്വർഗപ്പൂങ്കുകയും വരക്കൽ തങ്ങളിൽ നിന്ന് തുടങ്ങി പാണക്കാട്ട് കുടുംബത്തിൽ നിൽക്കുന്നു. അതിനിടയിൽ ഈ വലിയ സമൂഹത്തിന് നേതൃത്വം നൽകിയ സയ്യിദുമാർ എന്റെ നാട്ടിലുമുണ്ട്, രാമന്തളി തങ്ങൾ. ആ പരമ്പരയിലെ അനുഗ്രഹീതരാണ് ഇവിടെ ഇരിക്കുന്ന സയ്യിദുമാർ. ഈ കുടുംബങ്ങളും ഈ സയ്യിദ് പരമ്പരയുമൊക്കെ കേരളത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത വിധത്തിൽ വിദഗ്ധക്കാർ പോലും ഭയന്നു നിൽക്കുന്നൊരു നേതൃത്വമായി ഈ സയ്യിദുമാർ മാറിയപ്പോഴാണ് കാന്തപുരം എന്ന എന്റെ പഴയകാല നേതാവിന് ഒരു മോഹമുദിക്കുന്നത്. ആ നേതൃത്വം എന്റെ കൈകളിലേക്ക് വരണം, ആ നേതൃത്വം എന്റെ കൈകളിലേക്ക് വരണം എന്നൊരു ചിന്ത അദ്ദേഹത്തെ ലഭിച്ചു. പണ്ടൊരു വീരന്റെ കഥ പറയാറുണ്ട്. അയാൾ കുറെ ദിവസം ദുആ ചെയ്തു, പഠിച്ചവനെ എന്റെ അപ്പുറത്തുള്ള അഹമ്മദ് ആജിയെ പോലെ എന്നെ ആക്കണേ. കുറെ ദിവസം ദുആ ചെയ്തിട്ടും അയാൾ അങ്ങനെ ആവാതുന്നപ്പോ അയാൾ പിന്നെ ദുആ ചെയ്തത്രേ, എന്നെ അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിലും അയാൾ എന്നെ പോലെ ആക്കണേ. ഈ പ്രാർത്ഥന പോലെ പാണക്കാട്ടെ സയ്യിദുമാരിലേക്ക് നടന്നു കയറാനുള്ള ആത്മീയ പ്രഭയോ അല്ലെങ്കിൽ ശുദ്ധിയോ, ഞാൻ പറഞ്ഞല്ലോ 2 ശുദ്ധികൾ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ പൂർണ്ണമായുണ്ടെങ്കിൽ അയാൾ സയ്യിദുമാർക്കുണ്ടാവുന്ന പ്രത്യേകതയാണ്. അതിലേക്ക് നടന്നു കയറാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയില്ല. അങ്ങനെ കഴിയില്ലെന്ന് വിശ്വസിച്ചവർ തന്നെയാണ് കേരളത്തിലെ പൂർവികരും ഇന്നുള്ളവരുമായ പണ്ഡിതന്മാർ. പക്ഷേ മോഹങ്ങൾ കപിലവും അപ്പുറത്ത് നിന്ന് ഒരുപാട് മോഹങ്ങൾ മാത്രം കരുതി കൂട്ടി കാത്തിരുന്ന കാന്തപുരം എന്നെ പഴയ നേതാവ് അദ്ദേഹം ആഗ്രഹിച്ചു പാണക്കാട്ടെ തങ്ങളെ നേതൃത്വം മാറ്റിയിട്ട് എനിക്കൊന്ന് നേതാവാണ്. അത് സാധിച്ചില്ലെന്ന് മാത്രമല്ല, കേരള മുസ്ലിങ്ങളിൽ
പാണക്കാട്ടെ തങ്ങന്മാർക്ക് നൽകിയ സ്വാധീനവും ആ പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കാതെ വന്നപ്പോ സമസ്തക്കുള്ളിൽ നിന്നുകൊണ്ട് ലീഗ് വിരുദ്ധ സമസ്യയുണ്ടാക്കാൻ വേണ്ടി ആദ്യമായി അദ്ദേഹം മനസ്സ് വെച്ചു. ഞാൻ മുന്നിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ചുറ്റും കാണുന്ന പലരും അതിൽ പണ്ട് പ്രവർത്തിച്ച ആളുകളാണ്. ഇവിടെ തന്നെ സാഹചര്യം കാണുന്നത് സൈഡിൽ അങ്ങനെ മാത്രമേ ഇപ്പൊ കാണാനുള്ളൂ. എസ് പ്രവർത്തകർക്ക് ഇപ്പൊ പിന്നിലാണ് മുന്നിൽ കൂടുതലും വന്നുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങളുടെ പഴയ കൂട്ടുകാരാണ് സലീം നബി പറഞ്ഞതുപോലെ കൊടുങ്കാറ്റിന് മുമ്പ് ഒരു ശാന്തത ഉണ്ടാകുന്നു. ഇന്നലെയും ഇന്നുമൊക്കെ നേരത്തെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഗൾഫിൽ നിന്നൊരു സഖാഫി വിളിച്ചു. സഖാഫി മാത്രമല്ല, കാമിൽ സഖാഫി വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, രാമന്തലി, നിങ്ങളിപ്പോൾ പറയുന്ന തീവ്രത ഞാൻ ഓൺലൈനിലൂടെ കേൾക്കാറുണ്ട്. ഒരിക്കലും ഒരു ദയയും ദാക്ഷിണ്യവും അർഹിക്കാത്ത പ്രസ്ഥാനമാണ് നമ്മുടെ പഴയ സംഘടന. അതുകൊണ്ട് ശക്തമായി അതിന്റെ ഉള്ളുകളികൾ തുറന്നു പറയുക സമുദായത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ബാധ്യത നമ്മുടേതാണ്. കാരണം ഷംസുൽ ഉലമക്കും പാണക്കാട്ടെ തങ്ങന്മാർക്കും ആ മഹാന്മാരായ നേതാക്കൾക്ക് ഈമാനികമായി പിഴച്ചിരിക്കുന്നു എന്നാണ് കാന്തപുരം ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അഥവാ വിദഗ്ധക്കാരോട് ബന്ധം പുലർത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ പഠിപ്പിച്ചു. അത് പറയാൻ മനസ്സ് കാണിച്ച ആ മനുഷ്യനോട് ഒരിക്കലും ഒരു നിലയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവേണ്ടതില്ലെന്നാണ് എനിക്ക് അത്തരം സഖാഫിമാർ പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഞാനും ആ കോംപ്രമൈസിലില്ല, ഒരിക്കലുമില്ല. കോംപ്രമൈസിലില്ലെന്ന് മാത്രമല്ല, അറിയാവുന്ന ഏത് SSF പ്രവർത്തകനെ എന്റെ മുന്നിൽ കിട്ടിയാലും ഒന്നുകിൽ അവര് ഞാൻ SSF ആക്കും, അല്ലെങ്കിൽ നിശ്ചലനാക്കാൻ ശ്രമിക്കും. അതുമല്ലെങ്കിൽ ഒരു ആത്മീയതാവല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് യാത്രയിൽ ഒരു അച്ഛനി ഉണ്ടായിരുന്നില്ല, ഒരു TTR ഉണ്ടായിരുന്നു. TTR SSF പ്രവർത്തകനും സംസ്ഥയുടെ പ്രവാചകനൊക്കെയാണ്. കഴിഞ്ഞ ആഴ്ച ഫറൂഖിൽ ഞാൻ പരിപാടി സംബന്ധിച്ചപ്പോൾ അവിടെ സ്വാഗതം പറഞ്ഞ TTR. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഇയാൾക്കൊന്ന് കൊടുക്കണം, അയാൾ അച്ഛനെയാണ്. ഞാൻ അയാളോട് നന്നായി സംസാരിച്ചു. കോഴിക്കോട് നിന്ന് വരുന്ന വഴി കണ്ണൂർ വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ കണ്ണൂരിൽ നിന്ന് അദ്ദേഹം ട്രെയിൻ മാറിയിട്ട് ഒറിജിനൽ TTR ഡ്രസ് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ അദ്ദേഹം എന്നെ കണ്ടപ്പോ തന്നെ അച്ഛനിക്ക് എന്നെ മനസ്സിലായി. അച്ഛനിമാർക്ക് വേഗം ആ അച്ഛനി എന്നോട് പറഞ്ഞു, രാമന്തലി എന്നല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അതേ മാറിയിട്ടൊന്നുമില്ല, ഞാൻ സംഘടന മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ബോംബെയിലെ ജാലിയവാലയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, ജാലിയവാലയ്ക്ക് വിരുന്നൊരുക്കിയത് കേരളത്തിൽ ഞാൻ മാത്രമാണ്. എന്റെ മകൻ ഇപ്പൊ മദ്രസയിൽ നമ്മുടെ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിലാണ് പഠിക്കുന്നത്. അപ്പോ പാലക്കാട് ജില്ലയിലുമാണ്. ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കത്തിന്റെ മഹലിലുമാണ്. അപ്പൊ പിന്നെ അത്യാവശ്യം മോശമൊന്നുണ്ടാവില്ല, ആ മഹലിലും കൂടിയാണ്. അപ്പൊ അവിടെ മകനോട് കഴിഞ്ഞ ആഴ്ച വിസ്മത്സരത്തില് അവിടെ പങ്കെടുത്തു. മദ്രസയിൽ നിന്ന് ഫസ്റ്റ് കിട്ടി. നല്ല ക്ലാസ് പഠിക്കുന്നുണ്ട്. അപ്പൊ സംഘടനാ ചോദ്യം കൂടുതൽ വന്നുകൊണ്ടാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പൊ അവനോട് ക്ലാസ്സിൽ നിന്ന് കുറെ കുട്ടികളുണ്ട്. അപ്പൊ ഉസ്താദ് ചോദിച്ചത്ര, കേരളത്തിൽ ഒരു ആഫ്രിക്ക കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു മുടി കൊണ്ടുവന്നിരുന്നു. അത് കൊണ്ടുവന്ന ആളാരാണ്, കൊടുത്ത ആളാരാണ്? അപ്പൊ അവൻ കൃത്യമായിട്ട് പറഞ്ഞത്ര, കാന്തപുരം FAO കൊണ്ടുവന്നത്, കൊടുത്തത് മുഹമ്മദ് ഇക്ബാൽ ജാലിയവാലയാണ്. അപ്പൊ എന്നോട് ഉസ്താദ് വിളിച്ചു ചോദിച്ചു, നമ്മുടെ പ്രവർത്തകനാണ്. എന്നോട് ചോദിച്ചു, ഇത്ര കൃത്യമായി കുട്ടിക്ക് എങ്ങനെയാണ് ഇത് പറയാൻ കഴിഞ്ഞത്? വേറൊരു മനുഷ്യനും ആ രണ്ടാമത്തെ പേര് കിട്ടിയിട്ടില്ല, കാന്തപുരം എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിൽ വന്ന് ഇയാൾ കൈ കൊടുത്തത് ആദ്യം എന്റെ മോൻ, പിന്നെ മോനെ അറിയാതിരിക്കില്ലല്ലോ. അത്രത്തോളം ജാലിയവാലിയുമായിട്ട് ബന്ധമുള്ള ആളാണ് ഞാനെന്ന് പറയാനാണ് ഇത് പറഞ്ഞത്. അങ്ങനെ ജാലിയവാലിയുമായി ബന്ധമുണ്ടായിരുന്ന ഞാൻ, എന്റെ മുന്നോടാണ് അദ്ദേഹം ചോദിക്കുന്നത്, ഈ ചെറിയ മുടിയാണ് മർക്കബിലുള്ളത്, പിന്നെ എങ്ങനെ ഇവർക്ക് ഇങ്ങനെ വലിയ മുടിയുണ്ട് എന്ന് പറയുന്നത്? ഒരു 2 അടിയൊക്കെ ഉള്ള മുടിയുണ്ട് എന്നാണല്ലോ പറയുന്നത് സംസ്കാരം, അത് കളവല്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇവരെ കൂട്ടത്തിൽ നിന്നത് എന്നാണ് അച്ഛനിക്ക് ആദ്യമായി എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞു, സാറേ SSF ആ പറഞ്ഞെങ്കിൽ അത് കളവാണ്, ഞാനും ആ വാദക്കാരുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ കളവെന്ന് പറയാൻ പറ്റില്ല. ആ 2 അടി എന്ന് പറഞ്ഞ തെറ്റ് തന്നെയാണ്, പക്ഷെ 2.25 മീറ്റർ ഉണ്ട്. അച്ഛനാണ് എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാണ്. 2.25 മീറ്റർ, 2 അടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ല. അങ്ങനെ ആരോ പറഞ്ഞു നിങ്ങൾ കൂട്ടത്തിലുണ്ട്, തിരുത്തണം. ഇനി ആരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തണം. കാരണം നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല, ഞാനാണ് കാന്തപുരം പോലും ശ്രദ്ധിച്ച് ചിലപ്പോൾ കണ്ടിട്ടുണ്ട്.
അതുകൊണ്ട് കാന്തപുരത്തോട് പറഞ്ഞ് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ദുനിയാവിൽ ഒരു പക്ഷേ ഒരു മാസം STSF ആയിരുന്നു നിങ്ങൾ പിന്നാലെ കൂടി ഇതിന് മറുപടി പറഞ്ഞ്, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് ശരിയായില്ലെന്ന് ചോദിക്കുമായിരിക്കും. പക്ഷേ മഹ്ശറിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പിടിക്കൂല, നിങ്ങൾക്ക് രക്ഷപ്പെടാം, തൗബ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ സദസ്സിൽ സഖാഫി സംഗമത്തിന്റെ ആൽബം വിതരണം ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് നടന്ന് എന്തായാലും അത് കൊണ്ടുപോയിട്ട് നാട്ടിൽ ബോർഡ് ഉണ്ടാക്കി വെക്കണം. കാരണം കാന്തപുരത്തിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് കാന്തപുരത്തെ എതിർക്കുന്നു എന്നതിന്റെ തെളിവ് അതിലുണ്ടാവും. അതുപോലെ മറ്റ് സീരികളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. എല്ലാവരും വാങ്ങിയിട്ട് അതൊന്ന് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി പ്രചരിപ്പിക്കേണ്ടതാണ്. ഓരോ SSFകാർക്കും കാണിച്ചു കൊടുക്കുക. അഹമ്മദ് സാഹിബിന്റെ പ്രസ്താവനയുണ്ട്, നമ്മളൊരു പ്രമേയം അതിനകത്തുണ്ട്. എല്ലാവരും അത് വാങ്ങുക, ഇങ്ങോട്ട്. അങ്ങനെ 2.5 മീറ്റർ 2.25 മീറ്ററിന്റെ മേലെ വലിപ്പമുള്ള ഈ ഒരു മുടിയും വെച്ച് ഇരിക്കുകയാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വെറുതെ പറഞ്ഞതാണ്. ഇന്ന് നമുക്ക് എനിക്ക് കാസർഗോഡ് പരിപാടികൾ കഴിഞ്ഞ് ബോംബെയിലേക്ക് വേണം പോകാം. നാളത്തെ പരിപാടിക്ക് ഇഷ്ടംപോലെ സത്താഫിമാരൊക്കെ ഉണ്ട്. ആരെങ്കിലും പോയിക്കോളൂ, പ്രശ്നമൊന്നുമില്ല. കൂടെ ആളൊരു പോകാനാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഞങ്ങളുടെ പോകണല്ലോ, അതിന് പകരം വേറെ ആളായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ ആ നിലയിൽ നമുക്ക് ബോംബെയിൽ പോവാം, പരിശോധിക്കാന്ന് പറഞ്ഞപ്പോൾ ഇയാളൊന്നേ അതൊന്നും വേണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ സംശയത്തിലൊന്നും അല്ലാവോ? പിന്നെ ഒന്നും പറയാനില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞു, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ട് എന്ന് പറയുന്നു, ഹസൻ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ പറയാവുന്നവരൊക്കെ ഉണ്ട്. ഇഷാൻ മാലിക്ക് 2 ദിവസം കണ്ടിട്ടുള്ളൂ. ഞാൻ 60 ദിവസം കണ്ട ആളാണ് അവിടെ. 60 ദിവസം. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, എന്റെ 60 ദിവസമായിട്ട് പിന്നെ നിങ്ങൾ അവിടെ തന്നെ നിന്ന് അവരെ കൂട്ടത്തിൽ. ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഉള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അത് പൂർണ്ണമായി പഠിക്കുകയും ചെയ്യാന്നുള്ളത് ബാധ്യതയാണ്. 1. 2, ഞാൻ ഈ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഇത് സംഘടനാപരമായ ഒരു തർക്കമല്ല. സംഘടനാപരമായ തർക്കമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വരൂലായിരുന്നു. ഞാൻ നിശബ്ദനായി നിങ്ങളെ പിന്തുണച്ച് മറ്റൊരു വഴിയിലൂടെ പോകുമായിരുന്നു. ഈ വേദിയിൽ കയറാൻ ഞാൻ താല്പര്യപ്പെടില്ലായിരുന്നു. ഈ വേദി മോശമായിട്ടല്ല, എന്റെ പണിയെടുക്കാൻ എന്നെക്കാൾ നല്ല ആളുകൾ പണ്ഡിതന്മാരുണ്ടാവുമ്പോൾ കയറണ്ടെന്നുള്ളതുകൊണ്ട്. പക്ഷെ ഇതിലേക്ക് വരാൻ കാരണം, ഈ നിലയിൽ സ്റ്റേജിലേക്ക് വരാൻ കാരണം, ഇത് പറയൽ അനിവാര്യമാണ്. ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇത് സമുദായത്തിന്റെ ജീവൽ പ്രധാനമായ പ്രശ്നമാണ്. ഇഷ്ക് തേടി നടക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആ ലയത്തിന്റെ അങ്ങേയറ്റമുള്ള ഒരു സമൂഹത്തിന്റെ നാടാണ് മർക്കാവി തങ്ങൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മദീന ശരീഫിലെത്തിയിട്ട് അവിടെ നിന്ന് 1-2 വാക്കുകൾ പറയുമ്പോഴേക്ക് അവിടുന്ന് പുറത്തേക്ക് മറുപടി കിട്ടിയ നാട്ടിലെ അഹലുകാരാണ്. ഈ നാട്ടുകാരെ ഈ പേര് പറഞ്ഞ് വഞ്ചിക്കാൻ ഒരാൾക്കും അവസരമുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ നിലയിൽ ബോധ്യപ്പെട്ടപ്പോ ഞാനും വന്ന് ഇത് തുറന്നു പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ പലരുടെയും മുടി ഉണ്ടെന്ന് പറയുന്നു, ജീലാനി തങ്ങളുടേത് ഉണ്ടെന്ന് പറയുന്നു. ഈ വഴിയിലൂടെ, ഈ റോഡിലൂടെ തന്നെ ജാലിയൻവാല പോയിട്ടുണ്ട്. അതുകൂടി പറയാലോ, കണ്ണൂരിൽ ഞങ്ങൾ വന്നിട്ട് തന്നെയല്ലേ മെയിൻ റോഡ്, ഈ റോഡിലൂടെ തന്നെ ഞങ്ങൾ മാലിക് ദിനാറിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ അയാളെ കൊണ്ട് അവിടുന്ന് ആദ്യമായി ജീവിതത്തിൽ അയാൾ നിശ്ചയിക്കുന്നത് കണ്ടത് ഞാൻ അവിടെ നിന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ ഇതിലൂടെ പോയിട്ടുണ്ട്, ഇവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ അന്ന് ഒരു യമാനി എങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ആ യമാനി ഭാഗത്തോടുണ്ടോ എന്നറിയില്ല. അദ്ദേഹം അന്ന് വന്നതിനോട് ചോദിച്ചു, ആര്യാവാലല്ലേ? ഞാൻ പറഞ്ഞു, ആരോടും പറയണ്ട, അയാൾ വന്ന് പോയിക്കൂടെ. അയാളോട് വളരെ സ്നേഹത്തില്ല. അപ്പൊ അയാള് ഞങ്ങൾ ഇറക്കുന്ന മുഖാമുഖ മാസിക വായിക്കുന്ന ആളാണ്. അപ്പൊ നമ്മളായിട്ടൊരു സ്നേഹയാക്കിന്റെ ആദർശപരമായിട്ടുള്ള, അതുകൊണ്ട് അത് ആരോട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, ആരും ശല്യം ചെയ്യാൻ വന്നിട്ടില്ല. അങ്ങനെ ഈ ജാലിയൻവാലയുടെ കയ്യിലുള്ള എല്ലാ മുടികളും വളരുന്നു. ഒരു മുടി മാത്രമല്ല വളരുന്നത്, എല്ലാം വളരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ നിരീക്ഷണം തുടങ്ങി. എനിക്ക് ബോധ്യപ്പെടേണ്ടതൊക്കെ എല്ലാം ബോധ്യപ്പെട്ടു. അപ്പൊ ഞാൻ അതിൽ തന്നെ നിന്നത്, എനിക്ക് പഠിക്കാൻ അവസരമുണ്ട്. ഇവിടെ തിരിച്ചു വന്നിട്ട് നിങ്ങളോട് സംസാരിക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് പോലും പറയേണ്ടി വരുമ്പോ എനിക്ക് കളവാണ് എന്ന് എന്റെ ഭാഗത്തു നിന്ന് പിന്നീട് അത് കളവായി പോയല്ലോ, അല്ലെങ്കിൽ എന്റെ അഭിപ്രായം തെറ്റായി പോയല്ലോ, അല്ലെങ്കിൽ എന്റെ അഭിപ്രായം കുറച്ചുകൂടി എനിക്ക് ശ്രദ്ധിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ പഠനം കുറച്ചുകൂടി ആവാമായിരുന്നല്ലോ എന്ന് നാളെ ചിന്തിക്കാനൊരു അവസ്ഥ എന്നതുകൊണ്ട് ഞാൻ കൃത്യമായി പഠിച്ചു. ആ വിവാദത്തിന്റെ ഷെറിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല,
ഇനി അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പോകാൻ ആഗ്രഹിക്കുന്നവരെ തടയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഇപ്പൊ ദ്വാശിയാണ്, പഠിച്ചോനെ എന്നെയും എന്റെ നാട്ടുകാരെയും കുടുംബക്കാരെയും നാട്ടിലെ നാക്കാലികളെ പോലും ആ വിഭാഗത്തിൽ നിന്ന് രക്ഷിക്കുന്നില്ല. അത്രത്തോളം ഭയപ്പെടുന്നുണ്ട്. കാരണം ഇവർക്ക് അത് ഒരു നാക്കാലിനെ പോലും ഇവരുടെ പ്രസ്ഥാനത്തിന്റെ പ്രതീകമാക്കും ഭാവിയിൽ. അത്രത്തോളം കച്ചവട മനസ്സിൽ ഇത്ര പഠിച്ചൊരു സമൂഹം കേരളത്തിൽ വേറെ ഉണ്ടാവില്ല. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, വാദിസേവയിൽ നിന്ന് തന്നെ തുടങ്ങാം, അങ്ങോട്ട് തന്നെ പോവാമെന്ന് പറഞ്ഞത്. ഇവിടെ നമ്മുടെ സമ്മേളനത്തിന് വാദി ത്വയ്ബ എന്ന പേര് വന്നു. ഇത് പണ്ഡിതന്മാരുടെ അറിഞ്ഞുകൊണ്ടുള്ള ഇടപെടല. അല്ലെങ്കിൽ അവരിൽ നിന്ന് യാദൃശ്ചികമായി വന്നു എന്ന് ഭംഗി വാക്കായി പറഞ്ഞാൽ പോലും ആ യാദൃശ്ചികത എന്തുകൊണ്ട് വന്നു? അവർ ജീവിക്കുന്ന യാദൃശ്ചികത, അവരുടെ ജീവിതം അതാണ്. ആ ജീവിതത്തിൽ നിന്ന് വരുന്നതൊക്കെ യാദൃശ്ചികമായി വന്നാൽ പോലും അത് യാഥാർത്ഥ്യത്തോടുള്ള വരവായിരിക്കും. ഏതുപോലെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വന്നൊരു പ്രസംഗം നടത്തിയാൽ അദ്ദേഹം അറിയാതെ കളവുകൾ പറഞ്ഞു. അത് മനഃപൂർവ്വം ആവണമെന്നില്ല. ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞ 10-25 കൊല്ലം കളവ് പറഞ്ഞ ഒരാൾക്ക് പിന്നെ കളവല്ലേ പറയാൻ കഴിയുള്ളൂ എന്ന് ചെറുശ്ശേരി ഉസ്താദ് ചോദിച്ചു ഇതേ വിഷയത്തെക്കുറിച്ച്. അങ്ങനെ ഒരു ചോദ്യം അവിടെ വന്നു. അതുപോലെയാണത്. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ കാന്തപുരം വിളിക്കുമ്പോൾ നിങ്ങളിൽ തന്നെ പലർക്കും തോന്നിയേക്കാം, എന്താ ഇയാൾ അതമില്ലാതെ സംസാരിക്കും. സത്യമാണ്, ഞാൻ അതമില്ലാതെ സംസാരിക്കുകയല്ല. ഞാൻ വന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ സംഘടനയിൽ നിന്നാണ്. എന്നെ ആ സംഘടന പഠിപ്പിച്ചതാണ് കാന്തപുരം എന്ന് വിളിക്കാൻ. എന്റെ വകയല്ല. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, ഇവിടുന്ന് കുറച്ചപ്പുറത്താണല്ലോ ഒരു കേരള യാത്ര തുടങ്ങിയത്. അതിന്റെ പേരെന്തായിരുന്നു? കാന്തപുരത്തിന്റെ കേരള യാത്ര. ജൈനുൽ ഉലമയാണ് ആ യാത്ര നയിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചെറുശ്ശേരിയുടെ യാത്ര എന്ന് പറയുമായിരുന്നോ? ഇല്ല. പറയോ? പറയൂല. ഓർമ്മയുണ്ടാക്കുന്നത് പറയില്ല, ഒരിക്കലും പറയില്ല, പറയാൻ കഴിയില്ല. കാരണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറിയാണ് ജൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. അപ്പുറത്തുള്ള സമസ്തയാണെന്ന് ഇനി പറയാൻ എനിക്ക് മനസ്സിലായി. രജിസ്ട്രേഷനിൽ ആർക്കും സമസ്ത എന്ന് പേരിടാം. കേരളത്തിൽ സമസ്ത കേരള പോലെ മഹാസഭയുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരോട് പ്രവർത്തിക്കണ്ടെന്ന് പറഞ്ഞു ഇല്ല. അത് ആർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ പ്രവർത്തിക്കാം. പക്ഷേ ഇവിടെ സമസ്തയുടെ പേര് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് നമ്മുടേത് മാത്രമാണ്. ഇതിന്റെ നേതാക്കളെ കുറിച്ച് ജൈനുൽ ഉലമ എന്നോ അല്ലെങ്കിൽ ചെറുശ്ശേരി ഉസ്താദ് എന്ന് പറയാൻ മാത്രമേ നമ്മുടെ നാവ് വഴങ്ങൂ. അതാണ് അദബ്, അതാണ് ഈ സംഘടനയുടെ അടിസ്ഥാന ഭരണഘടന. പക്ഷെ മറുഭാഗത്ത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച കാലത്ത് ആത്മാർത്ഥമായി തന്നെ ഞാൻ അതിൽ പ്രവർത്തിച്ചത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പേരോളോ അതുപോലുള്ള ആര് വന്നാലും അവർക്കൊക്കെ അനിവാര്യമായ തെളിവുകളുടെ കോട്ടകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ സംഘടനാപരമായി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വിവിധ ഈ കക്ഷികൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊടുത്തത്. ഒരുപക്ഷെ ആ ഈ കക്ഷികൾ ആളുകളെ കാരണം ഞാൻ ഒരു പ്രസ്ഥാനം അർദ്ധവഹാബികളുടെ അതിൽ നിന്ന് രാജിവെച്ച് ഞാൻ യഥാർത്ഥ സുന്നിയായിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് ബിദ്അത്തിനെതിരെ പോരാടും പോലെ സത്യത്തിന് വേണ്ടി പോരാടാൻ മറ്റൊരു കേന്ദ്രമില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിഷ്കാമ കുടികളായ പണ്ഡിതന്മാർ, മാണക്കാട്ടെ സെയ്ദുമാർ, രാമന്തലിയിലെ സെയ്ദുമാർ, അതുപോലെ കണ്ണൂരിലെയും കോഴിക്കോടിലെയും അതുപോലെ കേരളം മുഴുവനുള്ള സെയ്ദുമാരുടെ നേതൃത്വത്തെ സെയ്ദുമാരായതുകൊണ്ട് മാത്രം ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തോടൊപ്പമാണ് ഞാനുള്ളത്. അല്ലെങ്കിൽ സെയ്ദുമാരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കൂട്ടത്തിലാണ് ഞാനുള്ളത്. അതുമല്ലെങ്കിൽ ആദർശം പറയാൻ വേണ്ടി മാത്രം സ്ഥാപിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി കണ്ണിമുറിയാതെ, ഒരിക്കൽ പോലും ഒരു സെക്രട്ടറിയെയും പുറത്താക്കാതെ അല്ലെങ്കിൽ സംഘടനയെ പിളർത്താതെ ആ പാരമ്പര്യമായി തുടർന്നു വരുന്ന പ്രസിഡന്റിന്റെ ചാരത്ത് പോയി സമീപകാലത്തെ ജനറൽ സെക്രട്ടറി അന്തിയുറങ്ങുന്ന സംഘടനയാണ് ഈ സംഘടനയെന്നും അതിന്റെ കറാമത്ത് അനുഭവത്തിലൂടെ പഠിച്ച ആളാണ് ഞാനെന്നും ഇവിടെ ഞാൻ അടയാളപ്പെടുത്തുകയാണ്. വരക്കൽ തങ്ങളുടെ ഹദറത്തിലാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവിടെയാണ് കിടന്നുറങ്ങുന്നത്. ഇവരൊന്നിച്ചാണ് കിടന്നുറങ്ങുന്നത്. ആ കേന്ദ്രത്തിന് ഞാൻ ഇന്ന് നിങ്ങൾ കണ്ടതിനേക്കാൾ വലിയ മഹത്വം കാണുന്നു. കേരള മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഒരാൾ സുന്നിയായി സമസ്തയുടെ പ്രവർത്തകനായി കടന്നു വരുമ്പോൾ സ്കാൻ ചെയ്യാനുള്ള കേന്ദ്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടേക്ക് ഒരാൾ വന്ന് ആ മക്കുപറക്കുള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ ഈ സംഘടനക്കുള്ളിലേക്ക് കടക്കില്ലെന്ന് അനുഭവത്തെ സാക്ഷി നിർത്തിയിട്ട് എനിക്ക് പറയാൻ കഴിയും. എന്റെ സുഹൃത്ത് നൗഷാദ് ഹസനിയെ
പാണക്കാട്ടെ തങ്ങന്മാരെയും ജൈനുകളെയൊക്കെ കാണിക്കാൻ വേണ്ടി എന്നെയൊക്കെ കൂട്ടിയിട്ട് ഹമീദ് ഫൈസിയും മറ്റും പട്ടിക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ പോവുകയും ആ സയ്യിദുമാരുടെ മുന്നിൽ ഞങ്ങൾ പോയിരിക്കുകയും ചെയ്തു. നേതാക്കളുടെ മുന്നിൽ സ്വാദിഖലി ശിഹാബ് തങ്ങളും ഉണ്ടായിരുന്നു, ഹൈദരലി തങ്ങളും ഉണ്ടായിരുന്നു. ആ കൈകളിൽ പിടിച്ച് ഞങ്ങൾ അനുഭവിച്ച ഈ വൃത്തികെട്ട പ്രസ്ഥാനത്തിൽ നിന്ന് ഞങ്ങൾ രാജിവെക്കുകയാണെന്ന് പറഞ്ഞപ്പോ ആ സയ്യിദുമാർ സന്തോഷത്തോടെ കൈപിടിക്കാൻ തന്നു. കൈപിടിച്ച് മുത്തിയാൽ ഒന്നുമില്ല. എന്നിട്ട് ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു 5-6 മിനിറ്റായിട്ട് പറയണം എന്ന് പറഞ്ഞപ്പോ ഒരു 3 മിനിറ്റ് നൗഷാദ് പറഞ്ഞു, 3 മിനിറ്റ് ഞാനും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ തങ്ങൾ എഴുന്നേറ്റ് തങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം തന്നെ തങ്ങൾ പറഞ്ഞു, സംഘടന പിളരുന്നതിന് മുമ്പ് ഇതിന്റെ നേതൃരംഗത്തുണ്ടായിരുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ എസ്എസ്എഫിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. ഞങ്ങളെ മാതൃകാ പ്രസിഡന്റാണ്. തങ്ങളാണ് ആദ്യം പോകുന്നത്. തങ്ങൾ പറഞ്ഞു, ഞാൻ അന്ന് തന്നെ രാജിവെച്ചു വന്നത് ഈ സംഘടനാ പിളർപ്പ് ഇയാൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പാണ്. അന്ന് തന്നെ എനിക്കറിയാമായിരുന്നു ഇതൊരു കച്ചവട സംഘമാണെന്ന്. അന്ന് തന്നെ ഞാൻ വന്നു, നിങ്ങൾക്ക് കുറച്ച് വൈകിപ്പോയി. എന്നിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ചു, ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സമ്മതങ്ങളൊക്കെ തന്നു. അതിനുശേഷം സൈനുൽ ഉലമ എഴുന്നേറ്റ് പ്രസംഗിച്ചു. സൈനുൽ ഉലമ പറഞ്ഞു, ഇത് കണ്ണിയത്ത് ഉസ്താദിന്റെയും അതുപോലെ ഷംസുൽ ഉലമയുടെയും പ്രസ്ഥാനമാണ്. മഹാന്മാരായ മറ്റ് ഔലിയാക്കൾ നയിക്കുന്ന പ്രസ്ഥാനമാണ്. നസൂഹായ തൗബയും ചെയ്തിരുന്ന ആളുകളെ സ്വീകരിച്ച പാരമ്പര്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നല്ല നിലയിൽ നസൂഹായ തൗബയുമായാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാം. സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം അതിർ ലംഘിക്കാത്ത, ആദർശത്തിന്റെ പരിധി വിടാത്ത കാലത്തോളം നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയും പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇവിടെ കള്ളവുമില്ല, വഞ്ചനയുമില്ല, ചതിയുമില്ല, അതൊന്നും പറ്റില്ല. ഞാൻ വല്ലാതെ സന്തോഷിച്ചു. കാരണം ഞാൻ അവിടെ കള്ളത്തരം കണ്ടിട്ടാണ് പോരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് പോകുന്നത്. അപ്പൊ ഞാൻ അൽഹംദുലില്ലാ, ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ എനിക്ക് ഇവിടുന്ന് ലഭിച്ചു. എനിക്ക് തോന്നുന്നു എന്റെ സുഹൃത്ത് നൗഷാദ് അസ്സനി ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും, കള്ളവും ചതിയും വഞ്ചനയൊന്നും പറ്റൂല, നീ പിന്നെ എങ്ങനെ ഇവിടെ നിൽക്കുന്ന കാര്യം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം 29-ാം തീയതി വൈകുന്നേരം വരെ എന്റെ കയ്യും പിടിച്ച് എന്നോടൊപ്പം ഉണ്ട്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നോട് അദ്ദേഹം നിർദ്ദേശിച്ച് ചെയ്താൽ നല്ല പ്രശ്നമാണ്. എന്നോട് അദ്ദേഹമാണ് പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹം പറയുന്നു എന്നെ രാമന്തലി വഞ്ചിച്ചതാണ്, എന്നെ ഇത്രയും കാലം ബ്രെയിൻ വാഷ് ചെയ്യുന്നു. അപ്പൊ ആരാ ഞാൻ? അതിന് സംഭവം തന്നെയല്ലേ? ഇത്ര വലിയ സംവാദമൊക്കെ നടത്തിയ ആളെ സ്വാധീനിക്കാൻ മാത്രം ബുദ്ധിയും വൈഭവം എനിക്കുണ്ടോ? അയാളെ തലച്ചോറെടുത്ത് ഞാൻ ഇറച്ചിക്കടയിൽ കൊണ്ടുപോയി വിറ്റിട്ട് എന്റെ തലച്ചോറ് അയാൾക്ക് വെച്ചു കൊടുത്തു എന്നല്ല പറഞ്ഞില്ല. എന്ത് വിവരക്കേടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചു, അയാൾക്ക് എന്തെങ്കിലും മാർഗഭ്രംശമോ മറ്റെന്തെങ്കിലും സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അയാൾ തന്നെ പറയുന്നുണ്ട് കാന്തപുരത്തിന്റെ ഗ്രൂപ്പ് ഒന്ന് വരാൻ പലർക്കും താല്പര്യമുണ്ട്. അയാളുടെ പുസ്തകത്തിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അവസാനം വരാൻ താല്പര്യമുണ്ടെങ്കിലും പല ഓഫറും കൊടുത്ത് പിടിച്ച് കാണാൻ സാധിക്കും. എനിക്കൊന്നും ഓഫർ കിട്ടിയിട്ടുണ്ടാവും, ഞാൻ അറിയാതെ. ഏതായാലും ഓഫറുകൾ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അവിടെ AC ഉണ്ട്, കാറുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. ഞാൻ ഇപ്പൊ ട്രെയിനിലാവും. അവിടെ ഒക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കി പോകുന്നത് അത് വേണ്ടാത്തതുകൊണ്ട് തന്നെയാണ്. സംഘടനാ സംവിധാനങ്ങളിലെ എല്ലാ സ്ഥാനമാനങ്ങളുണ്ട്. ആ സ്ഥാനത്ത് നീ ഇവിടെ കുറച്ചുകൂടി വിലയുണ്ട്. ഇവിടെ സ്ഥാനത്ത് നിന്ന് പോയി. കാരണം ഇത് ആഗ്രഹിക്കുന്നവരല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അത് മടുത്തിട്ട് കൊണ്ടുപോകുന്നതാണ്. ആ സാധനം സംഘടനാ സ്ഥാനം വേണ്ടാത്തതുകൊണ്ട് പോകുന്നതാണ്. അതുകൊണ്ട് ഇവിടെ അത് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സർവ്വസമ്മതമാണ്, സമ്പൂർണമായും ഓരോ നിമിഷവും. പക്ഷെ എനിക്കെന്തോ ചെറുപ്പം മുതൽ തന്നെ SSFകാരനായ SKSFിനോട് വെറുപ്പുള്ള കാലത്തും എന്റെ നാട്ടിൽ SKSF വേണ്ടാവോ എന്ന് ചിന്തയുണ്ടായിരുന്നു. അവിടുത്തെ SKSF ഉണ്ടാക്കാൻ അവിടുത്തെ പ്രവർത്തകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് മുസ്ലിം ലീഗ് മാത്രമാണ് ഒരു പക്ഷേ SSF ഞങ്ങളുണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നാട്ടുകാരെ സർവീസ് ചെയ്യാൻ നല്ലതാണെന്ന് എനിക്കന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ SKSFിന്റെ പ്രവർത്തകരോട് സജീവമായിരിക്കുന്നു. 9 കൊല്ലം എന്റെ നാട്ടിൽ സദറായി ഉണ്ടായിരുന്ന ആളാണ് അലീഫൈ. ഉസ്താദിനോട് ചോദിച്ചറിയാം, ഉസ്താദിനോട് അടുക്കള ഞാൻ പറയാറുണ്ട്, എസ് ഉഷാറാക്കണോട് സുന്നത്തിനോട് ഉഷാറാക്കണ്ടേ. ചിലപ്പോ എന്റെ മനസ്സിൽ വന്നോ ആ വാക്കുകളായിരിക്കാം എന്നെ വീണ്ടും ഈ സത്യത്തിന്റെ പാതയിലേക്ക് അടുപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതിനടുത്ത് കക്കുപടിയുടെ അടുത്ത് പറഞ്ഞു, ദ്വാരത്തിൽ എപ്പോഴും കണ്ടാൽ ഞങ്ങൾ അച്ഛനേക്ക് ഒന്നിച്ച് കാണും. പലപ്പോഴും കണ്ടുപിടിച്ച് ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ കുഞ്ഞിപ്പള്ളിയിലാണ് എല്ലാ കേരളത്തിലെ പ്രവാസികളുടെ നിസ്കാര കേന്ദ്രം. അവിടെ നിസ്കരിക്കാൻ കയറുമ്പോൾ രാത്രി കാണും. അപ്പൊ എപ്പോഴും കണ്ടുപിടി ഞങ്ങൾ അങ്ങോട്ടും ക്ലിപ്പുകളൊക്കെ കൈമാറുന്നൊരു കാര്യമുണ്ടായിരുന്നു. ആ സമയത്ത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒന്നിച്ച് സുന്നിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദുആ ചെയ്യണം. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്, ആമീൻ പറയുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അച്ഛനെ ആമീൻ പറയാറില്ല. അതിന്റെ ഫലമായിരിക്കാം അല്ലെങ്കിൽ സംശയമാണ് അച്ഛന് എന്ത് ഇനി ഇറങ്ങിയിട്ട് എന്നോട് ചോദിക്കാതിരിക്കാനൊക്കെ ഉള്ളൂ പറയുന്നത്.
എന്നിട്ട് ഞാൻ അങ്ങനെ കരുതി. അതിനുശേഷം എന്നിട്ടും എനിക്ക് ഉത്തരം കിട്ടുന്നില്ലായിരുന്നു. ഇങ്ങനെ ചിന്തിച്ചു നിന്നപ്പോഴാണ് എനിക്കൊരു ഉത്തരം കിട്ടി. കണ്ണാടിപ്പറമ്പ് അഷ്റഫ് ഫൈസിയും സത്താർ പന്തല്ലൂരും മുണ്ടുപാറ മുസ്തഫ മാസ്റ്ററൊക്കെ കൂടിയിട്ട് ഒരു 26 or 27 തീയതി ഞാൻ തോന്നുന്നു ഷംസുൽ ഉലമയുടെ മക്കാമിന്റെ പരിസരത്ത് വന്നിട്ട് അച്ഛനെ വിളിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് പോകാം, നമുക്ക് ഇവിടുന്ന് സിയാറത്ത് ചെയ്തതിനു ശേഷം പോയിട്ട് പ്രസന്റ് സ്കൂളിൽ ഇരുന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അച്ഛന് വെള്ളിയായിട്ട് വന്നു. അതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം കേസറ്റ് റെക്കോർഡിങ്ങിനും എല്ലാവരെയും ശേഷമൊക്കെ മലപ്പുറത്തെ ശൂന്യമായ ഒരു ടൗണിലെ ഏറ്റവും പ്രധാന കേന്ദ്രത്തിലാണ്. മേലിലേക്ക് കയറിയ താഴ്ന്ന് എല്ലാവരും കാണും. താഴെ തന്നെ എപിക്കാരെ കേടാപ്പുറത്തെ സൈഡിലുണ്ട്. എന്നിട്ട് പോലും അവിടേക്ക് പലപ്പോഴും കയറി വന്ന മനുഷ്യൻ ഈ ഷംസുൽ ഉലമയുടെ മക്കാമിന്റെ പുറത്ത് വന്ന് ഇരുന്നിട്ട് കാറിൽ നിന്ന് അയാളെ ഇറങ്ങാൻ പറഞ്ഞു. നമുക്ക് സിയാറത്ത് ചെയ്ത് തുടങ്ങാം. മൂപ്പര് പറഞ്ഞു, ഞാൻ ഇവിടെ ഉള്ളിൽ നോക്കിക്കോളാം, അത് മക്കാമിലേക്ക് വന്നാൽ ആളുകൾ കാണും എന്ന് പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ചിട്ടും അദ്ദേഹം പുറത്തിറങ്ങില്ല. അന്നൊന്നും ഇതിനൊരു അസ്വാഭാവികത ആരും കണ്ടില്ല. ഇത് അനുഭവമാണ്, ഇത് യാഥാർത്ഥ്യമാണ്, ഇത് അച്ഛന് പോലും നിഷേധിക്കില്ല. അങ്ങനെ അവിടുന്ന് പിരിഞ്ഞു, വിനിയോഗമൊക്കെ ചേർന്ന് പോയി. ഇപ്പൊ ചിന്തിക്കുമ്പോൾ മനസ്സിലായി, കയറാൻ അയാൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് പലതും ചെയ്തതുപോലെ. പക്ഷേ പഴയ പ്രസിഡന്റും ഈ അടുത്ത കാലത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച സെക്രട്ടറിയും രണ്ടാളും പറഞ്ഞു, ആ കുട്ടിയെ ഇങ്ങോട്ട് കടത്തണ്ട, ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആദർശ പാരമ്പര്യമുള്ള പ്രസ്ഥാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അംഗീകരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അല്ലാത്തവർ ഇപ്പൊ ഞാൻ സംസ്ഥയുടെ പാതയിൽ വന്നുകൊണ്ട് നിങ്ങളുടെ സംഘടനക്കൊന്നും കിട്ടാനില്ല എന്ന് എനിക്കറിയാം. ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ ഞാനില്ലാത്ത കാലത്ത്, ഞാൻ എതിരായി പ്രവർത്തിച്ച കാലത്തല്ലേ ഇവിടെ സംഘടനയെ കൂടുതൽ വിസ്താരമായി പ്രവർത്തിച്ചു. ഞാൻ ആരുമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ വന്നാൽ എനിക്കാണ് എന്റെ മുഖ്യമായി നേട്ടുള്ളത്, എനിക്കാണ്, നിങ്ങൾക്കല്ല, അല്ലെങ്കിൽ സംഘടനക്കല്ല എന്ന ബോധ്യത്തോടെ തന്നെയാണ് ഞാൻ ഈ വിഷയങ്ങളോട് ഇടപെട്ടത്. അങ്ങനെ കാന്തപുരം APA ബോക്കറുസിയാരുടെ യാത്ര നടക്കുന്ന സമയത്ത് കാന്തപുരത്തിന്റെ പേര് സംഘടനക്കുള്ളിൽ ചർച്ച വന്നു. കാന്തപുരത്തിന്റെ കേരള ആ സമയത്ത് ഒരു പണ്ഡിതൻ എന്ന നിലയിൽ സ്നേഹ ബഹുമാനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ നിർദ്ദേശിച്ചു, പല നിലയിലും പല വിധത്തിലും ഇടപെട്ടു, കാന്തപുരം ഉസ്താദെങ്കിലും ആവശ്യം. അപ്പൊ പേരോട് അത് പ്രഖ്യാപിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പേരോട് ഒരു യോഗത്തിൽ വെച്ച് പറഞ്ഞു, കാന്തപുരത്തിന്റെ കേരളയാത്ര എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഒരു തന്നെ ഉദാഹരണം കൊണ്ടുവന്നു. ഖുർആൻ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന സമയത്ത് സ്വലാത്ത് അവിടെ ചെല്ലുന്നില്ല. ചില സമയങ്ങളിൽ അങ്ങനെ ഒരു പ്രയോഗങ്ങൾ ഉണ്ടാവുന്നു. ഞാൻ ഉടനെ തന്നെ ചോദിച്ചു, ഏതായാലും അംഗീകരിച്ചു. ഞാൻ ചോദിച്ചു, അങ്ങനെയാണ് ഉസ്താദെ? മുമ്പ് പറഞ്ഞത് അതാണല്ലോ കാരണം, പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്നുള്ളത് ഞാൻ പറഞ്ഞു. റസൂലുള്ളാഹി ഉണ്ടല്ലോ, അതുപോലെ ഖമറുൽ ഉലമ നമ്മൾ പണ്ടൊരു പേരിട്ടിട്ടില്ല, എന്നാൽ പിന്നെ അത് ഉപയോഗിക്കാന്നില്ലേ? അപ്പോൾ പേരോടോടുന്നു. പിന്നെ മൂപ്പർക്കറിയാം അടുത്ത രോഗം എനിക്ക് എന്താ വരാനുള്ളത്. അതുകൊണ്ട് മൂപ്പരോട് നിർത്തി. മൂപ്പര് പറഞ്ഞ്, നമ്മുടെ തീരുമാനങ്ങൾക്കെതിരെ പറയുന്നവരൊക്കെ സംഘടനാ വിരുദ്ധരാണ്. ഇത് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ സംഘടനാ വിരുദ്ധനായി. ഇനി എസ്എസ്എഫുകാർ ചിലപ്പോൾ പറയും അതൊക്കെ കളവറയാണ്, നിഷേധിച്ചു വരി, തെളിവ് വേറെ ഉണ്ട്. ജിഷാനുമായിനെ വിളിച്ചു വരുത്തിയിട്ട് ജിഷാനുമായി പേരോട് 4.5 മണിക്കൂർ 4.25 മണിക്കൂർ സംസാരിച്ചതിൽ ആ സംസാരത്തിൽ പറയുന്നുണ്ട്, ഇവൻ പണ്ടേ സംഘടനാ വിരുദ്ധന. കേരള യാത്രയിൽ ഉസ്താദിന്റെ പേര് ചേർക്കുമ്പോൾ, പേര് പറയുമ്പോൾ കാന്തപുരം ഉസ്താദ് എന്ന് പറയണമെന്ന് പറഞ്ഞ് സംഘടനാ വിരുദ്ധത പറഞ്ഞവനാണ് ഇവൻ. ഇപ്പൊ ജിഷാൻ ചോദിക്കുന്നത് ഉസ്താദ് എന്ന് പറഞ്ഞാൽ വിരുദ്ധതയാകുമോ? ഞാൻ ജിഷാന് സുഹൃത്തുക്കളാണ്, അന്നും സുഹൃത്തുക്കളാണ്, ഇന്നും സുഹൃത്തുക്കളാണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ മറക്കു പിന്നിൽ നിന്ന് പല രൂപങ്ങളും കണ്ടിട്ടുണ്ടാവുന്നല്ലാതെ ഒന്നിച്ച് നിന്ന് ഈ വിഭാഗത്തിന്റെ പ്രാബല്യത്തെ പൊളിക്കാൻ വേണ്ടി ചില പണികൾ ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ അടുത്ത് ഓൺലൈൻ ക്ലാസ് റൂമിൽ ഒരു ദിവസം ഒരാൾ കയറി ഭയങ്കര പ്രശ്നം, ജിഷാനോടുണ്ട്, ഇയാളെ കണ്ടിട്ടില്ല, ഞാൻ പരിപാടിയിലായിരുന്നു, ഈ പരിപാടി ഇങ്ങനെ വരികയാണ് തൃശ്ശൂർ. അപ്പം ഒരാൾ കയറി പറഞ്ഞു, ജിഷാന്റെ രാമന്തരി ശത്രുക്കളാണ്, അവരിങ്ങനെയൊക്കെ തമ്മിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരോ മൈക്കെടുത്ത് പറഞ്ഞു, അത് ഇതിൽ വരുന്നതിന് മുമ്പാണ്, അത് ഇതിൽ വരുന്നതിന് തൊട്ട് മുമ്പ് പുറത്തിറങ്ങിയ ശേഷം ഇവർ ശത്രുക്കളായിരുന്നു. അപ്പൊ ജിഷാൻ മൈക്കെടുത്തു. ജിഷാൻ പറഞ്ഞു, ഞാനൊരു രാമന്തരിയും ആദർശത്തിന്റെ കാര്യത്തിൽ സഹോദരന്മാരാണ്, ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്, ഞങ്ങളെ പിരിക്കാൻ നിങ്ങളെ കാന്തപുരത്തിന് പോയി കഴിയില്ല. ഈശാന് ഞാൻ ഒന്നിച്ച് പ്രവർത്തിച്ചു, ഞങ്ങൾ ആത്മാർത്ഥമാണ് ചെയ്തതൊക്കെ. പക്ഷേ ആ ആത്മാർത്ഥമായ ആ ചൂടുള്ള പ്രവർത്തനമാണ് കാന്തപുരത്തിലെ യഥാർത്ഥ കാന്തപുരത്തെ കാണാൻ ഞങ്ങൾക്ക് അവസരം കഴിഞ്ഞത്. പുറത്ത് കാണുന്ന കാന്തവലയമായി പലരും പരിചയപ്പെടുത്തുന്ന ആ വ്യക്തിപ്രഭയുടെ ഉള്ളിൽ എന്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അതാണ് അവസരം കിട്ടിയത്.
ഉടനെ ഇഷ്ടം ഫോൺ ചെയ്തിട്ട് ആദ്യമായിട്ട് പറഞ്ഞു, ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുകയാണില്ല, ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് പറഞ്ഞു. അങ്ങനെ എന്നോട് ചോദിച്ചു ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും എന്തൊക്കെയാണെന്ന്. ഞങ്ങൾ തമ്മിൽ തന്നെ സംഭാഷണം നടത്തി അപ്പോൾ തന്നെ ഓൺലൈനിൽ 5 മിനിറ്റ്. അപ്പൊ ഞങ്ങൾ അവരൊരു പ്രശ്നമില്ല. ജിഷാൻ മാമി കേരള സമൂഹത്തോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് CD ആക്കിയതിനു ശേഷം ആ CD എടുത്ത് ഞാനാ കൊണ്ടുപോകുന്നത്, ഞാനാ റെക്കോർഡിംഗ് നടത്തുന്നത്. എന്നിട്ട് ഞാൻ ആദ്യമായി കേരളത്തിൽ തുറന്നു പറയുന്ന ഒരു സ്ഥലത്ത് ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. ആദ്യമായി അത് SKSSFന്റെ നേതാക്കളുടെ കയ്യിൽ കൊണ്ടുകൊടുത്തത് ഞാൻ തന്നെയാണ്. ഒരുപാട് കാലത്ത് സംശയമുണ്ട് അത് ആരാണെന്ന് അറിയാനുള്ളത്. അത് ഞാൻ തന്നെ. പക്ഷെ ഒരു സത്യമുണ്ട്, അതിനെന്നെ നിർദ്ദേശിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തത് നൗഷാദ തന്നെയാണ്. നിഷേധിക്കാൻ വന്നാൽ രേഖകൾ സംസാരിക്കും. അതിന് പിന്തുണ നൽകിയ താഹിർ സഖാഫിയെയും അതുപോലെയുള്ള ആളുകളെയും രേഖകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ തെളിയിക്കും. അത് ആദ്യമായി വാദിത്വം നടക്കാൻ പോകുന്ന ഈ നാട്ടിൽ തന്നെ ഞാൻ തുറന്നു പറയും. പക്ഷേ ഈ പിന്തുണ നൽകലും കൊണ്ട് കേരള സമൂഹത്തിന് ഒന്നുകൂടി സത്യം ബോധ്യപ്പെടാൻ അവസരം ഉണ്ടാക്കി. ഞങ്ങൾ കൊണ്ടുപോയല്ല നിങ്ങൾ ഈ സത്യം കണ്ടെത്തിയത്, നിങ്ങൾ ആദ്യം തന്നെ കണ്ടെത്തി. നിങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ സത്യത്തിലേക്ക് വന്നത്. SKSSF ഈ സമരം തുടരാതെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിർത്തിവെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സത്യം പറയാൻ എനിക്കിവിടെ കയറി വരാൻ ഞാൻ ഈ വേദിയിലേക്ക് എത്തുമായിരുന്നില്ല. കാന്തപുരം ഗ്രൂപ്പിന്റെ അതേ വേദിയിൽ തന്നെ ഞാൻ ഉണ്ടാകുമായിരുന്നു. SKSSFന്റെ സമരമാണ് എന്നെ ആ വിഭാഗം വിട്ടുപോരാൻ പ്രേരിപ്പിച്ചത്. ഞങ്ങളിൽ പലർക്കും അതിന് അവസരം ഒരുക്കിയത് ആ വേദികളാണ്. ഇൻഷാ അല്ലാഹ് അടുത്തു തന്നെ മംഗലാപുരത്ത് വെച്ച് ഒരു സഖാഫി സംഗമം കൂടി നടക്കുന്നു. 50 60 സഖാഫിമാരും സഹജിമാരും അതുപോലെ നബിമാരും അതുപോലെയുള്ള നിസാമിമാരും ഒക്കെ പങ്കെടുക്കുന്നു. ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരായ പ്രവർത്തകരും പങ്കെടുക്കുന്ന വലിയൊരു സമ്മേളനം മംഗലാപുരത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് നടക്കാൻ പോകും. അടുത്ത് നിങ്ങൾ അറിയിച്ചു. അങ്ങനെ കേരളത്തിലെ ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കാന്തപുരത്തെ കുറിച്ച് SKSSFുകാർ പറയുന്നതിനേക്കാളേറെ അറിയാവുന്ന ഞങ്ങൾ തുറന്നു പറയാൻ പോവുകയാണ്. കേരള ജനതയിൽ ഈ കാന്തപുരത്തിന്റെ യഥാർത്ഥ മുഖമറിയുന്ന അറിയാതെ പോകുന്ന ഒരു കാരണവും ഒരാൾക്കും ഉണ്ടാവരുത്. എല്ലാവരും അറിയും വിധത്തിലേക്കുള്ള പ്രവർത്തന പദ്ധതികൾ നേരിട്ടാകുന്ന സംസ്ഥയുടെയും സംഘടനാ നേതാക്കളുടെയും പിന്തുണയോടെ ഉണ്ടാക്കി വരികയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഞങ്ങൾ പഠിച്ചു വന്നതനുസരിച്ച് 1000-നടുത്ത് സാധാരണ പ്രവർത്തകർ കേരളത്തിൽ ഈ രംഗമുണ്ട്. AP വിഭാഗത്തിൽ 1000-ഓളം പ്രവർത്തകരെങ്കിലും വിട്ടിട്ടുണ്ട്. കാന്തപുരം പറയുന്ന 2000 പള്ളി പോലെയല്ല, അത് 1000 കാണിച്ചു തരാൻ പറ്റും. 1000 കാണിച്ചു തരാൻ പറ്റും. ആ വിധത്തിൽ ഈ പള്ളി ഒന്നും സുന്നി സെന്റർ പള്ളി കാന്തപുരം ഉണ്ടാക്കിയതാ. അത് MA ഉണ്ടാക്കി, അത് മൂപ്പര കണക്കിയതാണ്. MA ഉസ്താദ് പാവത്തിരിക്കുന്നറിയില്ല. MA ഉസ്താദ് ഇന്ന് വരെ ഇതിന് അനുകൂലമായി പറഞ്ഞു. MA ഉസ്താദ് എന്താ പറഞ്ഞത്? എന്റെ മൗനം മറ്റുള്ള SKSSFന്റെ സത്യധാരണ വിടാം. സിറാജിൽ വന്നെന്താ ഏറ്റവുമായി ആരും വ്യാഖ്യാനിക്കണ്ട, പ്രതികൂലമായി വ്യാഖ്യാനിക്കണ്ട എന്നുള്ളത് പോട്ടെ, അത് നമ്മളെ പറ്റിയാന്ന് പറയാം. അനുകൂലമായി വ്യാഖ്യാനിക്കേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് വ്യാഖ്യാനിക്കണ്ടെന്നല്ലേ? പിന്നെ എന്താണെന്ന് നമ്മൾ തീരുമാനിച്ചോടാ. അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്. MA ഉസ്താദ് എത്രയോ പറഞ്ഞുള്ളൂ. ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് ഒരു കാര്യം വെച്ചാണ്, MA ഉസ്താദിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ ഈ പ്രസ്താവനയിൽ നിന്ന് ആദ്യത്തെ ഭാഗം വരിക. അപ്പൊ 2 മതയിൽ ഒരു കാര്യം വെച്ചാണ് സംഘടനാ നേതൃത്വം ഉസ്താദിന്റെ പ്രസ്താവനയോടൊപ്പം മറ്റൊന്ന് ചേർത്തിയെന്നാണ്. അള്ളാഹു ദീനിനു വേണ്ടി ഒരുപാട് നിഷ്കളങ്കമായി ചിന്തിച്ചൊരു മനുഷ്യനാണ്. പലപ്പോഴും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഈ ഗ്രൂപ്പിലും ഈ നാട്ടിന്റെയും നമ്മൾ സംഘടിപ്പിക്കുന്ന മജ്‌ലിസുകളുടെയും സമ്മേളനത്തിന്റെയും മഹാന്മാരായ മാലിക് ദിനാർത്ഥങ്ങളുടെയൊക്കെ ഹക്ക് ജാബർക്കത്തുകൊണ്ട് MA ഉസ്താദിന്റെ ഉൾക്കാഴ്ചയുണ്ടായി. ആ നേതാവിനെ തിരിച്ചറിയാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. അതുണ്ടാവും ഇൻഷാ അല്ലാഹ്, അതൊന്നും സംശയമില്ല. കാരണം MA ഉസ്താദ് അറിയാതെയാണ് നിന്നത്. അറിഞ്ഞുകൊണ്ട് ഒരുപാട് കാലം ഇയാളെ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് പോരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താദിന് എങ്ങനെയെങ്കിലും. പക്ഷെ കാന്തപുരം പലപ്പോഴും പോയി തെറ്റിദ്ധരിപ്പിച്ച് അവരെയൊക്കെ മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. ഉള്ളാള് തങ്ങളുടെ കാര്യം എന്താണിപ്പോ? ഉള്ളാള് തങ്ങൾ കേരള യാത്ര കഴിഞ്ഞു വരുമ്പം ആ ട്രെയിനിലിരുന്ന് താഹിർ സഖാഫിന്റെ സാന്നിധ്യത്തിൽ കാന്തപുരത്തോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എന്റെ പ്രസംഗം ഉഷാറായില്ലേ? ഉള്ളാള് തങ്ങൾ ആരാന്ന് എനിക്കറിയാം, നന്നായിട്ട് തങ്ങൾക്ക് അറിയാം. ആ ചോദ്യത്തിൽ പലതും ഉണ്ടാവും. ഒരു സംഭവം എന്താ? തിരുവനന്തപുരത്ത് ദുആ മാത്രം നടത്തിയിട്ടുള്ളൂ, തങ്ങളെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല.
അപ്പൊ AP മുഖത്ത് ചാട്ടുളി പോലെയുള്ള ചോദ്യം തൊട്ടടുത്ത് ഇത് സാഹിത്യസഭ എന്നോട് പറഞ്ഞത് ഒരു ട്രെയിനിൽ നിന്ന് പോയില്ല അങ്ങോട്ട് കാന്തപുരമേശ്വർ ആ തിരിച്ചു വരുമ്പോഴാണ് അനുഭവം. ഇത് സാഹിത്യസഭ പറയുന്ന കേട്ടാണ്. പക്ഷെ തങ്ങളുടെ വീട്ടിലുള്ള കോയമ്മണ്ട് മകളുടെ മകൻ എന്റെ ജൂനിയറായി മദ്രസയിൽ പഠിച്ച കുട്ടിയാണ്. ഞങ്ങൾ നല്ല ബന്ധമാണ്. ഈ തങ്ങളുടെ വീട്ടിൽ വെച്ച് അവിടെ തൊട്ടു മുന്നിലുള്ള ഒരു പരിപാടി വിചാരിച്ച മറുപടി പറഞ്ഞ് ഞാനും അച്ഛനെയും പങ്കെടുത്ത് ആ പരിപാടി കഴിഞ്ഞ് അവിടെ കോഴിക്കോട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തങ്ങളെ കണ്ടിട്ടില്ലായിരുന്നു. തങ്ങളെ പൊള്ളിയിൽ ഉറങ്ങുകയാണ്. ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഞാൻ സ്വസ്ഥായിട്ട് ഒന്ന് പുറത്തിരിക്കാന്ന് കരുതുമ്പോൾ തങ്ങൾ പുറത്തിരിക്കുന്നില്ലേ. അപ്പൊ അത് കുടിക്കും ചോദിച്ചു ആരടാ നിങ്ങൾ? ഞാൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു ഞാൻ ഒപ്പിച്ചു ഇരിക്കണം അവിടെ നിൽക്കുന്നത്. ഞാൻ മുന്നിലിരിച്ചോട്ട് എന്നോട് ചോദിച്ചു എന്ത് പ്രശ്നം, എന്നെ എന്തിനാ തിരുവനന്തപുരത്ത് കൊണ്ടുപോയത്, എന്തിനാ കൊണ്ടുപോയത്? എന്നെ കൊണ്ട് അവർ പ്രസംഗിപ്പിക്കുകയല്ലേ വേണ്ടത്? പ്രസംഗിച്ചാൽ തുന്നി ഉണ്ടാവും അല്ലേ? അതുകൊണ്ടാണല്ലേ എന്നെ പ്രസംഗിപ്പിക്കാതിരുന്നത്. ഇത് എന്നോട് നേരിട്ട് പറഞ്ഞപ്പോ നൗഷാദ് അസരി സാക്ഷിയാണ്, മറ്റ് 5-8 പേർ സാക്ഷിയാണ്. എന്നിട്ട് അവിടെ പ്രസംഗിപ്പിക്കാതിരുന്നതിനെ ശക്തമായി എതിർത്തുകൊണ്ട് കാന്തപുരത്തിന്റെ മുഖത്തേക്ക് എറിയുന്ന ചോദ്യത്തെക്കാൾ വലിയ ചോദ്യം വീണ്ടും എറിഞ്ഞു. സാക്ഷിയാണ് തങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ. അപ്പൊ ഇപ്പോ തങ്ങൾക്ക് വാർദ്ധക്യ സഹജമായ രോഗമുണ്ട്. അതുകൊണ്ട് പുറത്ത് വരാൻ കഴിയാതിരുന്നാണ്. ഇന്ന് തങ്ങൾ പുറത്ത് സംഘടനാ വേദികളിലുണ്ടെങ്കിൽ കാന്തപുരത്തിന് ഒരു കേരള യാത്രയല്ല അമേരിക്ക യാത്ര നടത്തിയാൽ പോലും ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ തങ്ങൾ പ്രതികരിക്കുമായിരുന്നു. എന്റെ അനുഭവമാണ്. അങ്ങനെ നിങ്ങളുടെ നേതൃത്വത്തിലുള്ളവർ തിരിച്ചറിയുമ്പോൾ ഓരോരുത്തരും ആ തിരിച്ചറിവുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്കതിനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകർ ഒരു ഭാഗത്ത്, നേതാക്കൾ മറ്റൊരു ഭാഗത്ത്. ഒഴിഞ്ഞു നേരത്തോടെ പറഞ്ഞ പോലെ എനിക്ക് കൊടുക്കാറ്റി വരാനുണ്ട്. എത്ര ഇനി വരാനിരിക്കുന്നു, എത്ര വലിയ വലിയ നേതാക്കൾ വരാനിരിക്കുന്നു. ഈ വരുന്ന ഓരോന്നും കഴിഞ്ഞ സഖാഫി സംഗമം, നിങ്ങൾ ഈ ആൽബം വാങ്ങിയ സഖാഫി സംഗമം മലപ്പുറത്തിരിക്കുമ്പോൾ ദുബൈയിൽ ഒരു സഖാഫിയോടൊരു വിങ്ങനോട് ഇവർക്കറിയില്ല, അങ്ങനൊരു ടീമായിട്ട് അവിടെ ഉണ്ട്. ഈ ടീമിലുള്ള എല്ലാവരും ഏൽപ്പിക്കാരാണ്. ആ 10 ആളുകളും സഖാഫിനെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ 10 പേര് നാട്ടിലടുത്ത് തന്നെ വരും, ഇൻഷാ അല്ലാഹ് സമസ്തയുടെ ഏതെങ്കിലും ഒരു വേദിയിൽ ഒന്നിച്ച് ഞങ്ങൾ വരും. അതോടെ ഞങ്ങൾ ഈ പ്രസ്ഥാനം വിട്ടൊന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാം. ഇത് ആ വിവാദത്തെ പഠിച്ചതിന്റെ പരിണിതിയാണ് ഈ കേൾക്കുന്നത്, കാണുന്നത്. ഈ നിലയിലേക്ക് പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രവർത്തിച്ചിരുന്ന, അതിനുവേണ്ടി യത്നിച്ചിരുന്ന പ്രവർത്തകർ ഓരോരുത്തരും പിന്നോട്ട് പോകാൻ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ് ഇപ്പോൾ സംഘടന നയിക്കുന്നത്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അഖീദ വിഷയത്തിൽ മനുഷ്യരെ ദുർബലമായ വിശ്വാസത്തിലേക്കും ചിന്തയിലേക്കും കൊണ്ടുപോകുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം. ആ പണ്ഡിതൻ കാന്തപുരത്തിന്റെ പേര് കമറുലുലമ എന്നുള്ളത് ഉസ്താദ് എന്നുള്ളത് മാറ്റി കാന്തപുരം എന്ന് പറയാൻ അയാൾ ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് വളരെ തന്റെയിടത്തോടെ ഇപ്പം എങ്ങനെ പറഞ്ഞാലും 6 മാസം ജയിലിൽ പിടിച്ച് നിൽക്കാനാണ് കാന്തപുരമേ വരുന്നുള്ളൂ. ഉസ്താദൊന്നും വരുന്നില്ല. അത് വരാത്തത് എന്റെ കുറ്റമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ സംഘടനയ്ക്കും പേരോടിനും പൊന്മുളക്കും അതിന്റെ പേരിൽ നന്ദി അറിയിക്കുക. ഈ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ വിശ്വാസധാര പലപ്പോഴും ആത്മീയതക്കെതിരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തിന്റെ പ്രഥമ ഘട്ടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ദൈവബന്ധിച്ചാരാണ്. ഇത് ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ നമ്മുടെ നദവി ഉസ്താദ് നമ്മുടെ കൂട്ടത്തിലേക്ക് വന്നപ്പോ ഞാൻ രാത്രി ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് സുഹൃത്ത് അറിയുന്നുണ്ട് എന്നെ രാത്രി അപ്പം തന്നെ പോകണമെന്ന്. എന്താ നദവി എന്ന് പറഞ്ഞാൽ തന്നെ അയാൾ വിജയിയാണെന്ന് നിങ്ങൾക്കറിയാം. ആ ബിരുദം ദൈവബന്ധികളുമായി ബന്ധമുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ്, അയാൾ ഈ ബിരുദവും കയറിയിട്ടാണ് ഈ പറഞ്ഞ എല്ലാ സ്ഥാനങ്ങളും റെഡി പറഞ്ഞല്ല ഞാൻ കണ്ടിട്ടില്ല. എന്നാ വേറുണ്ട് PMKFICയുടെ ദാവാ സെല്ലിന്റെ ആസൂത്രണം പറയാതുണ്ട്. വേറെ കുറെ ഉണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങളുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേർക്കാനുണ്ട്. ആ അദ്ദേഹത്തെ കുറിച്ച് നബിയ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോണിലൂടെ പറഞ്ഞു അതേ കോളേജിൽ അപ്പൊ ഇനി വരാനുള്ള ആരോപണമാണ്. അതിപ്പോ തന്നെ തീർന്നില്ലേ? ഇനി ആരോപണം പറയുകയാണെങ്കിൽ സാരഥിയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളൂ, ഇങ്ങോട്ടേക്ക് കിട്ടണ്ട. കാരണം മുമ്പ് ഇതുവരെ ഒരു സംഘടനയുടെ നേതാവായിട്ടില്ല, നിങ്ങൾ കോളേജിലെ പ്രധാന അധ്യാപകനായിട്ടുള്ളൂ. പക്ഷെ ഇദ്ദേഹത്തെ നിങ്ങൾ ആ ബിരുദം കയറിയിട്ടാണ് സംഘടന നേതാവാക്കിക്കൊണ്ടാണ്. പക്ഷെ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ദൈവബന്ധിയാന്ന് ഞാൻ കുറച്ച് പറയും. അയാൾ ദൈവബന്ധിയിൽ പഠിച്ചത് കൊണ്ട് മാത്രമല്ല, അൽ ഖാസിമി ആയതുകൊണ്ട് മാത്രമല്ല, അയാളുടെ ആശയം അതാണെന്ന് എനിക്ക് വ്യക്തമായി.
നമ്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഞാൻ തന്നെയല്ലേ ജിഷാന്റെ അടുത്ത് പുറത്തു കൊണ്ടുവന്നത്. ആ ജിഷാന്റെ ക്ലിപ്പിൽ അദ്ദേഹം ജിഷാനോട് സംസാരിച്ചത് എന്താ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അയാൾ പറഞ്ഞു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ ഖുർആൻ മാത്രമേ ബാക്കിയാവുള്ളൂ, വഫാത്തിന് ശേഷം ബാക്കിയെല്ലാം മുറിഞ്ഞു പോകുന്നു നമ്മൾ പറഞ്ഞു. ഇയാളെ ദൈവബന്ധി എന്നല്ലാതെ പിന്നെന്ത് വിളിക്കും? ഇയാൾ ദൈവബന്ധി എന്നല്ലാതെ പിന്നെന്ത് വിളിക്കും? ഇയാളുടെ അഖീദാപരമായ വിഷയത്തിലുള്ള അവലോകനമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇയാളെ ഫിഖ് കേൾക്കണമെന്ന് ഇയാളൊരു ഫത്വയുണ്ട്, പുതിയ ഫത്വ. എവിടെയും കേരളത്തിൽ ആരും ഇത് കേട്ടിട്ടുണ്ടാവില്ല, കേൾക്കാൻ പോകുന്നതുള്ളൂ. ആദ്യമായിട്ട് കുറെ ആദ്യമായിട്ടുള്ളത് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇത് നടത്തിയിട്ട് ഈ ഒരു ഫത്വ കൊടുത്തിട്ട് അവസാനം പറയാം, മുസ്ലിങ്ങളുടെ പൊതു മസ്ലിഹത്തുകളിൽ വിനിയോഗിക്കേണ്ടതാണ് ഏറ്റവും മുഖ്യതമായത്, ശേഷം തൊട്ടടുത്തുള്ളത് എന്നീ ക്രമത്തിലായിരിക്കണം. പലിശ വിനിയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ചുരുക്കി വായിക്കാൻ സമയമില്ലാത്തത്. വിനിയോഗിക്കേണ്ടത് പള്ളി എടുക്കുന്നതിലുപരി മുഖ്യമായ ഒരു കാര്യം അവിടെ ഇല്ലെങ്കിൽ പള്ളി എടുക്കാൻ വിനിയോഗിക്കുന്നത് പോലെ. പലിശ മുതലേ നമ്മളുടെ ഫത്വയാണ്. പലിശന്റെ മുതല് ഉപയോഗിക്കേണ്ടത് പള്ളിക്കാണ് എന്ന് ഫത്വ കൊടുക്കുകയാണ്. ഇത്തരം ചർച്ചകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ചർച്ചകളെ മദ്ഹബിന്റെ പണ്ഡിതന്മാർ കൃത്യമായി അവലോകനം ചെയ്തിട്ടുണ്ട്, അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പ്രചരിപ്പിക്കാനാണ് ഈ മനുഷ്യൻ ശ്രമിച്ചത്. അതുപോലെ മഹാന്മാരായ ഔലിയാക്കളെ കുറിച്ച് ലോകത്ത് ഏറ്റവുമേറെ വൃത്തികെട്ട ഗ്രന്ഥം രചിച്ചത് ഈ മനുഷ്യനാണ്. ഇയാളൊരു ഗ്രന്ഥത്തിന്റെ പേരാണ് ത്വരീഖത്ത് സമഗ്ര പഠനം. അതിലാണ് ഈമാൻകാരി അഞ്ചാക്കിയത്. ഈമാൻകാരി അഞ്ചായിട്ടാണ് അതിൽ കൊടുക്കുന്നത്. അബുല്ലാല മൗദൂദി പറഞ്ഞത് എന്തു തെളിവാണോ 5 ആണെന്ന് പറയാൻ അതേ തെളിവ്. പക്ഷെ നമ്മുടെ MA ഉസ്താദ് ആ വിഷയത്തിൽ ഒരു പുസ്തകം എഴുതിയപ്പോ അത്തരം വിഷയങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലെയുള്ളവർ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ളവർ അല്ലെങ്കിൽ ദൈവബന്ധികൾ പോലെയുള്ളവർ ഈമാൻകാരും വെട്ടിക്കുറച്ച് കാണിക്കുന്നത് അവർ സുന്നത്ത് ജമാഅത്തിന്റെ ഞാനത് വായിക്കുന്നത് നേരിട്ട് തന്നെ വായിച്ചത്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനവുമായും ഒരു ബന്ധമില്ലാത്തവരും വിദഗ്ധകാരുമാണെന്ന് ഞാൻ പറയുന്നു. പിന്നെ ദൈവബന്ധി ചാരെന്ന് പറയണം, ദൈവബന്ധി എന്നല്ലേ പറയുന്നത്. എന്നാലും കുറച്ച് മാന്യത ഞാൻ കാണിച്ച ചാരെന്ന് പറഞ്ഞു, അമ്പറിനെ പോലുള്ള ഒരു ചാരൻ. ഈ മനുഷ്യൻ ഞാൻ പറഞ്ഞത് ഈ പുസ്തകം നിങ്ങൾ സാധാരണ എൻഡോസൾഫാന്റെ നാടാണിത്. എൻഡോസൾഫാൻ എടുത്ത് ഒരാളുടെ മുഖത്ത് അടിച്ചു കൊടുത്താൽ 12 13 കൊല്ലം കഴിഞ്ഞാലാണ് അയാൾ ചിലപ്പോൾ വികലാംഗനാവുക അല്ലെങ്കിൽ രോഗിയാവുക. പക്ഷെ ഇയാൾ ഈ പുസ്തകത്തിൽ നിന്ന് ആയത്തോ ഹദീസ് അങ്ങോട്ട് മാറ്റിയിട്ട് അതെങ്ങാനും കത്തിച്ചതിന്റെ ചാര ഒരാളെ മുഖത്തിട്ടാൽ അത്ര മേൽ വിശകരാണ്. അപ്പൊ തന്നെ മരിക്കുക. അത്രത്തോളം വിഷാണ് ആ പുസ്തകം. ഉള്ള ഔലിയാക്കളെ മുഴുവൻ നിലവിൽ നമ്മുടെ പണ്ഡിതന്മാരും സ്വാധീനങ്ങളും അംഗീകരിച്ച ഔലിയാക്കളെ മുഴുവൻ ഇയാൾ നിഷേധിക്കാൻ. AP വിഭാഗം തന്നെ നമുക്കറിയാം. കാസർകോട്ടെ ജനങ്ങൾക്ക് CM വലിയുല്ലാഹി തങ്ങളെ പറയേണ്ടതില്ല. CM വലിയുല്ലാഹി തങ്ങളെ വലിയാണെന്നും മഹാനാണെന്നും പറയുന്നവരാണ് നമ്മൾ. കാന്തപുരം വിഭാഗം ഒന്നുകൂടി കയറിയിട്ട് നമ്മൾ അതിനെ നിഷേധിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നില്ല. കുത്തുബുൽ ആലം എന്ന് പറയാറുണ്ട്. അത് CM വലിയുല്ലാഹി തന്നെ പ്രയോഗിച്ച പദമാണെന്നും അവർ പറയാറുണ്ട്. പൊന്മണിയോട് ഇതേ ജിഷാൻ തന്നെ ആ ചോദ്യവും ചോദിച്ചു. അപ്പൊ ജിഷാനോട് പറയാണ് അങ്ങനെ പറയാൻ പാടില്ല, CM വലിയുല്ലാഹിയെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഇത്ര കൃത്യമായി പൊന്മട പറയുന്നു. പിന്നെ അതിന്റെ സെക്രട്ടറിയാണ് പ്രസിഡന്റിന്റെ അവസ്ഥയ്ക്ക് പറഞ്ഞത് സ്വീസ്. അവിടെ തൊയ്ബ വരുമോ? അവിടെ വലിയതാണ് ദൈവബന്ധിത്താണ് വരിക. അതുകൊണ്ടാണ് 6 മാസം ഇപ്പൊ പ്രവർത്തന പദ്ധതി പാസാക്കിയിട്ടുണ്ട്. എന്താ പ്രവർത്തന പദ്ധതി? വിഷൻ 2012 13. തൊയ്ബ എന്നാണ് നമ്മളോട് പറഞ്ഞത്. വാദി തൊയ്ബ, അവിടെ വാദി വിഷൻ. നല്ല പരിപാടി. വിഷൻ ശരിക്ക് അർത്ഥം വെച്ചുകൊണ്ടുപോയ സിനിമയിലേക്ക് എത്തിക്കാൻ ആ വേൾഡ് ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിച്ചവാദി. എങ്ങനെയുണ്ട് വ്യത്യാസം? ഈ പ്രസിഡന്റ് പ്രഖ്യാപിച്ചാൽ തൊയ്ബ വരുമോ? വിഷനാണ് വരിക. ഈ ഒരു സെക്രട്ടറിയെ പരിചയപ്പെടുത്താം, പേരുടെ സ്ഥലമാണ്. പിന്നെ മുഖ്യമന്ത്രി പ്രത്യേകത പ്രസംഗിച്ചതിന് ശേഷം ആലോചിക്കുള്ളൂ. ഞാൻ എന്താ പറഞ്ഞു. ഇപ്പൊ മൂപ്പർ കോഴിക്കോട് വെച്ച് പ്രസംഗിച്ചു. കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു 4-ാം തീയതി കോഴിക്കോട് നിന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞു രാമന്ത്രി ഞങ്ങൾ ആരുമല്ല എന്നൊക്കെ പറഞ്ഞ ആദ്യം ഒരു ചീനിക്കച്ചവടക്കാരനാണെന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പര് ചാനൽ വന്നു ഫുള്ള് ക്ലിപ്പാണ്. ഒരു ചീനിക്കച്ചവടക്കാരനെ ചാനലിൽ എത്തിക്കാൻ പറ്റുമോ? അത് ചീനിക്കച്ചവടം മോശമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്നാലും
ഒരിക്കലും എന്റെ പേരിൽ പറയാൻ പച്ച പൊള്ളായ സാധനമാണ് അയാൾ എഴുതുന്നത്. എന്നിട്ട് അയാൾ തന്നെ വായിച്ചു സംസ്ഥാന ആദരണീയ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് 25ാമത്തെ ആദരണീയൻ മൂപ്പരനാണ്, മൂപ്പര് വായിക്കും. എന്നിട്ട് പറയും ഞങ്ങൾ കിതാബ് ഓതി പഠിച്ച പണ്ഡിതന്മാരാണ്. എന്തൊരു കഷ്ടമുണ്ട്. എന്നിട്ട് അയാൾ പറയാണ്, എന്നെ കുറിച്ച് പറഞ്ഞാണ് CD കച്ചവടക്കാരൻ. അപ്പൊ എനിക്ക് ആ CD കച്ചവടം ഒന്ന് വിശദീകരിക്കണം തോന്നിയപ്പോ അയാൾ പറഞ്ഞതിനനുസരിച്ച് ചിന്തിക്കാം. ഞാൻ ഇങ്ങനെ ഓർത്തു, പേരോടെന്ന് പറഞ്ഞ ഓർമ്മ ആരുടെ ഞാൻ ദിവസത്തിനോട് ചെയ്യാം. പേരോട് പ്രസംഗം കേട്ട പലരും ഉണ്ടാവും. ആ CD-യിലെ ഭാഗം CD കച്ചവടം ഇരിക്കില്ലേ? നല്ല സ്ഥലത്ത് പറയോ, എന്റെ അവിടുത്തെ CD ഇവിടെ ഉണ്ട്, ഇവിടുത്തെ CD അവിടെ ഉണ്ട്, അവിടെ ഇവിടെയുള്ള CD ഇവിടെ ഉണ്ട് എന്ന് മൂപ്പർ പറയും. മാത്രമല്ല ഓൺലൈനിലൂടെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കേട്ട്, ഞാൻ അധിക പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. അത് ക്ലിപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും റെക്കോർഡിങ് ചെയ്യുമല്ലോ. ആ റെക്കോർഡിങ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കേട്ടു. മൂപ്പർ സദസ്സിനോട് പറയാണ്, ഇവിടുന്ന് ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ് സദസ് ഇങ്ങനെ ഇതുപോലെ ഇരിക്കാൻ പാടില്ല എന്ന് മൂപ്പർ പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് പറയാണ്, ഞാൻ വല്ലാതെ കേട്ടപ്പോൾ കുറെ ചിരിച്ചു. സദസ് ഇങ്ങനെ ഇരുന്നാൽ അതിന്റെ ആ ഒരു ബർക്കത്ത് പോകും. അപ്പൊ എന്താ വേണ്ട, ഒരു ബർക്കത്ത് കിട്ടാനാണ് പറയുന്നതെന്ന് തോന്നാം. നിങ്ങൾ എന്ത് ചെയ്യണം, സദസ് വളരെ വിട്ടുവിട്ടിരിക്കുക. പിന്നിലൂടെ ഒരാൾക്ക് നടക്കാനുള്ള സ്ഥലം, ഇടയിലൂടെ നടക്കാൻ പറ്റും. എന്തിനാണിത്? സംഘാടകരെങ്ങാനും നിങ്ങൾക്ക് വെള്ളമോ മറ്റോ കൊണ്ടുതരികയാണെങ്കിൽ കുടിക്കണം. ഇവിടെ സ്റ്റേജിൽ തന്നെ വെള്ളം കിട്ടിയില്ലേ? സംഘാടകർ മോശമായിട്ടില്ല. സംഘാടകരെ പണി വെള്ളം കുടിച്ച് ചായയും കുടിച്ച് ഇവിടെ ഉണ്ടാക്കല്, ആ ചായയും കുടിച്ച് ഇങ്ങനെ സൽക്കരിക്കലല്ല. ഇൽമു പറയാൻ വന്ന അല്ലെങ്കിൽ ദീൻ പഠിപ്പിക്കാൻ വന്നവർക്ക് അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കലാണ് സംഘാടകരുടെ പണി. സംഘാടകൻ രാവിലെ മുതൽ അല്ലെങ്കിൽ 4 ദിവസം ഉറപ്പൊഴിഞ്ഞിട്ട് സാധുക്കൾ കഷ്ടപ്പെട്ടിരിക്കും. ആ സംഘാടകർ വെള്ളം കൊണ്ടെടുക്കണം അത്രേ സാധുക്കളിരിക്കുന്നവർക്കൊക്കെ. ഇതെന്താ, ഇതെന്തിനുള്ള പരിപാടി? ഇത് നിങ്ങളെ പുണ്യതല വിതരണമല്ല, ഇത് വയലോട്ട് നടക്കുന്നത്. അപ്പൊ എന്നിട്ട് പിന്നെ മുമ്പ് പറയാണ്, അതുപോലെ കേസറ്റുകൾ വല്ലവരും കൊണ്ടുതരികയാണെങ്കിൽ അത് വിൽക്കാനുള്ള സൗകര്യം എന്റെ കയ്യിലുണ്ട്. അതാ പറഞ്ഞത്, അയാൾ പറഞ്ഞതിന് ശേഷം ചിന്തിക്കുള്ളൂ എന്താണ്. അപ്പൊ എനിക്ക് പറയാൻ തോന്നുന്നത്, അദ്ദേഹം അങ്ങനെ ചെയ്തൊരു പണി വളരെ രസകരമായിരുന്നു. അപ്പൊ ഞാൻ ഈ കേസറ്റ് കച്ചവടത്തിൽ എന്റെ പാർട്ണറാവുള്ളൂ. മൂപ്പൊരു വലിയ കേസറ്റ് കച്ചവടം രാജാവാണെങ്കിൽ മാത്രം ഞാനൊരു പ്രജയായിട്ട് വരാൻ മാത്രം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ, സമസ്തന്റെ മിനിറ്റ് പോലുണ്ട്, കാന്തപുരം റിസീവറല്ലേ. ഇതുകൊണ്ടാണോ കാര്യങ്ങൾ നിർണ്ണയിക്കുക? എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ ആളെ പറ്റി തെളിവും കൊണ്ടുവരും, പിന്നെ ഒരുപാട് പറയുകയും ചെയ്തു, ഒരുപാട് പ്രസംഗത്തിലെ ക്ലിപ്പും കൊണ്ടുവന്നു. അവസാനം ഇപ്പൊ എല്ലാ സ്ഥലത്തും ഞാൻ ഈശ്വരമംഗലത്ത് പ്രസംഗിച്ചതിന് കൂടി ഇപ്പോൾ പറയേണ്ടതുള്ളതുകൊണ്ട് സൂചിപ്പിക്കാം. ഈശ്വരമംഗലത്ത് വന്നിട്ട് എനിക്ക് മറുപടി ഒരാൾ പ്രസംഗിച്ചു. അയാൾ പറഞ്ഞത്, ഞാൻ അതിൽ കുറെ ഭാഗങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അയാൾ എന്ത് പറഞ്ഞാലും കേരളത്തിൽ മൊത്തം ഒറ്റ മേഖല. അതുകൊണ്ട് അയാൾ വല്ലാതെ അധികം പറഞ്ഞിട്ടുണ്ടാവില്ല എനിക്കറിയാം. അപ്പൊ അയാൾ ആദ്യം പറയും, ഈ മനുഷ്യൻ അഥവാ എന്നെ കുറിച്ച് ഞാൻ SSFനെതിരായിരുന്നു, നിങ്ങൾക്കെതിരെ പറഞ്ഞു കേട്ടോളി, അതന്നെയല്ലേ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്. പിന്നെ അയാൾ പറയേണ്ട ആവശ്യമില്ല, അയാൾ പറയേണ്ട വല്ല ആവശ്യമില്ല. എന്റെ നാട്ടിലടക്കം പോയിട്ട് അയാൾ പ്രസംഗിച്ചു. നാട്ടുകാർ ചോദിച്ചു, ഇത് ഇവൻ പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരില്ലേ. എന്റെ നാട്ടിൽ 26 കൊല്ലം പ്രവർത്തിച്ച ആളാണ് ഞാൻ. അലിപ്പച്ചിക്കറിയാം, 26 കൊല്ലം പ്രവർത്തിച്ചിട്ട് നൂഹ് നബിക്ക് കിട്ടിയ എത്ര ആൾ പോലും കിട്ടിയില്ല. അത്ര ഒരാളെ കിട്ടിയ കാരണം എന്താ? ആരാ ഞാൻ മാതൃകയായി കാണിക്കുന്നത്? രാമന്തരി സയ്യിദുമാരുടെയും രാമന്തരി ശുഹദാക്കളുടെയും മുന്നിൽ മാതൃകയായി ഞാൻ കാണിക്കുന്നത് ആരാണ്? ആ വീട്ടിന്റെ മുറ്റത്തെ കാവൽക്കാരനാവാൻ പോലും അർഹതയില്ലാത്ത ഒരാളെയാണ് ഞാൻ നേതാവായി കാണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചറിയുകയാണ്. എന്നിട്ട് പറയാണ്, ഈ പ്രവാചകൻ പറയാണ്, അവന്റെ നാട്ടിൽ ഒരു SSFകാരനോ ഒരാളും സ്വീകരിക്കാത്ത ഒരാളാണ്. എന്റെ മനുഷ്യ, 30-ാം തീയതിയാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത്. 2-ാം തീയതി എന്റെ മഹല്ല് കമ്മിറ്റിയും മഹല്ല് SSFും എനിക്ക് അവിടെ സ്വീകരണം തന്നിട്ടുണ്ട് രാമന്തരി. അത് എന്നെ നാട്ടുകാർ എതിർത്തിരുന്നു, വെറുത്തിരുന്നു, എനിക്ക് ഉറപ്പാണ്, ഒരു സംശയമില്ല. 1500ഓളം വീടുള്ള മഹല്ലുകളിൽ 40 വീട്ടിലെ താഴെ മാത്രമേ ഈ KP ഭാഗം അവിടെ പറയാൻ പറ്റും. 40 വീട്ടിൽ തന്നെ ഒരാള് അരയാളൊക്കെ ഉണ്ടാവും. അരയാൾ എന്ന് പറഞ്ഞാല് നമ്മുടെ അടുത്ത് നമ്മളാള്, അപ്പുറത്തെ അങ്ങനെയുണ്ട്. അങ്ങനെയുള്ളൂ. അതിന് ഓരോ വീട്ടിലൊന്ന്. അങ്ങനെയുള്ള ആളുകൾക്കിടയിലാണ് എന്റെ നാട്ടിൽ ഞാൻ പ്രവർത്തിച്ചത്. അന്ന് അവർക്ക് എന്റെ പേരിൽ ഒരുപാട് കുറ്റം പറയാനുണ്ട്. ആ കുറ്റം എന്തായിരുന്നു? ഞാൻ കാന്തപുരത്തിന്റെ അനുയായിയാണെന്ന കുറ്റമല്ലാതെ മറ്റൊന്നും അവർക്ക് പറയാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രാജിവെച്ച 2-ാം ദിവസം എനിക്ക് സ്വീകരണം നൽകാൻ ഒന്നും ചിന്തിക്കേണ്ടി വരുന്നില്ല അവർക്ക്. ഉടനെ അവർ സ്വീകരണം തന്നു. അത് നാട്ടുകാരല്ലേ ചിന്തിക്കാം. എന്നാൽ ഞാൻ വെല്ലുവിളിക്കുന്നു, ഏത് പൊന്മുളക്കാതെ മുസ്ലിയാർ വീടിനടുത്ത് ഞാൻ പോയിട്ടുണ്ട്, അവിടെ ഞാൻ നന്നായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 10 റസൂലുള്ളാഹി തങ്ങളെ മുഅ്ജിസത്തിനെ കുറിച്ച് വിമർശിക്കുന്ന ആളെ കുറിച്ച് പറയുമ്പോൾ അയാൾ എന്തിനു ബഹുമാനിക്കണം? അയാളെ പാണ്ഡിത്യത്തിന് ബഹുമാനിക്കുമെങ്കിൽ അയാളെക്കാൾ വലിയ പണ്ഡിതനായിരുന്നില്ലേ? കാന്തപുരം പിന്നാലെ കൂടിയ പണ്ട് പലതും അസ്ഥി മാറ്റിയെന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും അയാൾ ബഹുമാനിക്കുന്നു.
അല്ല ഇവരൊക്കെ ഉസ്താദ്, മലക്കുകൾ ഉസ്താദായിരുന്നു. ഇബിലിസിന് നമ്മളെന്താ ചെയ്യുന്നത്? ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് എത്ര വയസ്സുണ്ട്, എത്ര പ്രായം ഉണ്ടായിരുന്നു അയാൾക്ക്? അതൊക്കെ നോക്കിയിട്ടുണ്ടോ നമ്മള്? ദീനിനെതിരാവുമ്പോ, അഹ്ലുസുന്നത്തിനെതിരാവുമ്പോ, സുന്നത്തെ ജമാഅത്തിന്റെ പാതക്കെതിരാവുമ്പോ ആ പാതയിലുള്ളവരെ, ആ ആളുകളെ നാം മറക്കാറുണ്ട്. ആ പാരമ്പര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ആ ഭാഗത്ത് ഏകദേശം 9 മലപ്പുറത്തിന്റെ ഉള്ളിൽ വേറെ ചെയ്താൽ ആവശ്യമില്ല. വ്യക്തിപരമായ വിരോധമല്ല ഇത് വ്യക്തിപരമായ വിരോധമല്ല. കാരണം ഏറ്റവും ശൈത്താനിയത്ത് പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങളാണ് അയാൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സുന്നികൾ ആധികാരികമായി ഇസ്തിഹാസ എന്ന പദത്തിന് അറബിയിൽ ആ പദം ഉപയോഗിച്ചു. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് സഹായത്തായിട്ട് നമ്മൾ പറയാമോ, അല്ലെങ്കിൽ സഹായാഭ്യർത്ഥനാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ആ സഹായാർത്ഥനയെ ഇസ്തിഹാസെ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്ന ആദർശ പടുവായിരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ആദർശം കൃത്യമായി പഠിപ്പിച്ചു തന്ന് വിദഗ്ധർക്കെതിരെ വിപ്ലവം നയിച്ച റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതിയിട്ടുണ്ട്. ഇസ്തിഹാസ എന്ന പദം പ്രയോഗിക്കുമ്പോൾ അവിടെ ഞങ്ങൾ പ്രാർത്ഥന എന്ന് പറയാറില്ല, അതിന് സഹായത്തേട്ടമെന്ന മലയാളമുണ്ട്. പ്രാർത്ഥന ഞങ്ങളുമായി ബന്ധമില്ല എന്ന് ആ മഹാനുഭാവൻ എഴുതി വെച്ചിട്ട് പോലും അതിനെ തള്ളിക്കളഞ്ഞ് അതമില്ലാതെ കുരുത്തമില്ലാതെ ഇയാൾ ചെയ്തു വെച്ചെന്താ അതിന് പ്രാർത്ഥന നഷ്ടം കൊടുത്തു. ആയിരക്കണക്കിന് മുജാഹിദുകളെ ഞാൻ കാണിച്ചു തരാം. സുന്നിയിൽ നിന്ന് പോയ മുജാഹിദുകളെ ഈ പദം പ്രയോഗിച്ചതിന്റെ പേരിൽ മാത്രം. എനിക്കറിയാം, കാന്തപുരം വിവാദത്തിൽ നിന്ന് സുന്നി മുജാഹിദ് സംവാദം നടന്നപ്പോ 10 സംവാദത്തിലെ മധ്യസ്ഥനായിരുന്നു ഞാൻ. 10 വാദപ്രതിവാദങ്ങളിലെ മധ്യസ്ഥൻ. അതുപോലെ AP, EK വിഭാഗങ്ങൾ തമ്മിൽ മുടി വിഷയത്തിൽ നടന്ന സംവാദം 2 എണ്ണമാണ്. ആ 2 എണ്ണത്തിലും മധ്യസ്ഥനായി ഞാനാണ് ഉണ്ടായത്. റബ്ബിന്റെ തൗഫീഖ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് രക്ഷ 65ഓളം സംവാദ വ്യവസ്ഥകൾ കേരളത്തിൽ ഞാൻ പങ്കെടുത്തത് മാത്രം ഇവരോടൊപ്പം ഉണ്ട്. ഞാനിന്ന് പറയേണ്ടി വന്നില്ല, എനിക്ക് ദുഃഖമുണ്ട്. പേരോടിനെ പോലെ ഞാനെന്ന് പറയുന്നത് വല്ലാതെ വിഷമാണ്. പക്ഷെ നിങ്ങൾ പല സ്ഥലത്തും ഒന്നുമായിരുന്നില്ല അവൻ എന്ന് പറയുമ്പോൾ പറയേണ്ടി വന്നു. ഈ ബാഡ്ജ് ഉണ്ടല്ലോ, അവർക്ക് അറിയില്ല, ഇതിന്റെ കളർ ഉണ്ടല്ലോ, ഇത് AP വിഭാഗത്ത് നിൽക്കുന്നതാണ്, ചുവപ്പ് കളർ. ഇത് നിങ്ങളുടെ സംഘടനയിൽ നിന്ന കാലത്ത് നിങ്ങളുടെ ഈ പള്ളിയുടെ ശിലാസ്ഥാപനം എന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തിയ ശൂന്യാകാശത്ത് നടത്തിയ ശിലാസ്ഥാപനത്തിൽ അന്ന് നിങ്ങൾ എനിക്ക് തന്നതാണിത്. ജാലിയൻവാലയുടെ മകൻ കൊണ്ടുവരാൻ. എന്നിട്ട് കാന്തപുരം പറയാണ്, മാതൃഭൂമിയിലൂടെ പറയാണ്, മാതൃഭൂമിയോട് വായിക്കും, അതുകൊണ്ട് ഞാൻ പത്രങ്ങളിലൂടെ പറയാണ് അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ നടത്തിയിട്ടില്ല. ഈ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മിനിയാന്ന് എന്താ നടത്തിയത്? എന്താ സർക്കാരായിരുന്നു മർക്കത്തിൽ ഒരു പരിപാടി നടത്തുന്നില്ല എന്ന് പറഞ്ഞവർ മിനിയാന്ന് മർക്കത്തിൽ എന്താ നടത്തിയത്? ഞങ്ങൾ അത്ഭുതപ്പെട്ടു, ഞെട്ടിപ്പോയി. ഇസ്മായിൽ സഖാഫി ആ വഴി കടന്നു വരികയാണ്. ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തിയത് നിങ്ങൾ ചന്ദ്രയിലൂടെ വായിച്ചിട്ടുണ്ടാവും. അതോടെ കേരളത്തിൽ ഇതിന് ഒരു പ്രസക്തിയില്ല. ആ പത്രസമ്മേളനത്തിലേക്ക് ഇസ്മായിൽ സഖാഫി വരുമ്പോൾ റോഡ് ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ ഇസ്മായിൽ സഖാഫി ആണെന്ന് കണ്ടപ്പോ വർഗത്തിന്റെ വെള്ളമായി വന്നാണ് ഇത് കാണിച്ചു വിട്ടത്. ഇങ്ങനെയാക്കിയത് നിങ്ങൾ ആധാറുമായി ബന്ധമുള്ള സാധനമാണതെങ്കിൽ അങ്ങനെ കാണിക്കാൻ ആർക്കെങ്കിലും കഴിയോ? അന്ന് രാവിലെ എനിക്ക് ഫോണൊന്നും, എനിക്ക് പിന്നെ ഫോൺ തെറിയായിരിക്കും എപ്പോഴും ഉണ്ടാവും. ഞാൻ ഒരു ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് പോകരുത്. ഇവിടെ കയറുമ്പോൾ തെറി അധികം വരണം. ഇതിന്റെ രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ SK-കാരായ ഞങ്ങൾ നീ നശിപ്പിച്ചില്ലേ? ഞാൻ SK-കാരന് പേര് പറയടോ വെച്ചു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, മോനെ നിന്റെ ഉസ്താദ് ഇതിലാവാൻ മാത്രം യോഗ്യത എനിക്ക് ആ സംഘടനയുണ്ട്, അതുകൊണ്ട് അമ്മാതിരി പറയണ്ട അത് പറഞ്ഞു. പറഞ്ഞു അതാണ് തന്നെയാണ് ഞങ്ങൾ സംഘടനക്ക് ഇത്രയും കാലം ഞങ്ങൾ പ്രവർത്തിച്ചത് ഒരു ഫോട്ടോ ഉണ്ടായിട്ടില്ല. നീ വന്നതിന് ശേഷമാണ് ഇവിടെ ഇപ്പം ഇതിനു വേണ്ടി ഇത്രയും ആളുകൾ ഇവിടെ കൂടിയത്. ഞാൻ എന്തിന് ഷാറൂഖാർക്ക് കാണാൻ വേണ്ടി ഞാൻ ചോദിച്ചു, എടാ SK-കാരാ അങ്ങനെ ചോദിച്ചു, എടാ SK-കാരാ എനിക്ക് എപ്പോഴാണ് മർക്കത്തിലും കൂടി ഷാറൂഖാർക്കായത്? അപ്പോലും മനസ്സിലായി. പിന്നെ തെറി അപ്പോലും പലത്തെ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, നീ മർക്കത്തിൽ തന്നെയാണോ ഉള്ളത്? അവൻ പറഞ്ഞു ആ തന്നെയാണ്. അത് ഞാൻ ഒരു കാര്യം ചോദിക്കാനാണ്. അപ്പൊ പറഞ്ഞു ആ തന്നെയാണ്, മർക്കത്തിലാണ്. നീ കളവലാണെന്ന് പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞു സത്യം ചെയ്ത് നീ പറ. അപ്പൊ വല്ലാഹി സത്യം എന്ന് പറഞ്ഞു. ഇവൻ സത്യം ചെയ്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു മതി ഫോൺ വെച്ചിരിക്കുന്നു. ഞാൻ നിക്കാട് ചെയ്തുകൊണ്ടാണ് എന്റെ ഫോൺ. കാരണം തെറി ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇയാളെ. അപ്പൊ ഇത് എവിടുന്നാ വിളിച്ചതെന്ന് എനിക്കൊന്ന് ഉറപ്പിക്കുന്നുണ്ടോ? അതാ പറഞ്ഞ നീ എന്റെ ശിഷ്യനാ, ഗുരുവല്ല. അപ്പൊ ഇനി ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യം ആ തെളിവെന്റെ കയ്യിലുണ്ട്. ഞാൻ ഇനി നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ മദീനയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലെത്തിയാൽ അവിടുന്ന് ഒരു മനുഷ്യനോട് കയർക്കാൻ നിങ്ങളുടെ നാവ് പൊന്തുവോ? ഞാൻ പോയിട്ടുണ്ട് വെല്ലൂർ ബാക്കിയാത്ത് സാലിഹാത്തിൽ പോയിട്ടുണ്ട്. അവിടെ റബീഉൽ അവ്വലിൽ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അവിടത്തേക്ക് ബർക്കത്തിന് വെള്ളം കൊണ്ടുവരുന്നു എന്ന് പറയും. ലത്തീഫിയിൽ പോയിട്ടുണ്ട്, ഡൽഹിയിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ ഇത്തരം അന്വേഷണങ്ങളായിട്ട് ഞാൻ പോയിട്ടുണ്ട്.
അതിൽ പലതും പലവിധമുള്ളതുകൊണ്ട് അന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അതിൽ യഥാർത്ഥമെന്ന് തോന്നുന്ന ഒരു കേന്ദ്രത്തിൽ നിന്നും ഒരു മനുഷ്യനും അവരുടെ ശരീരം അനക്കുന്നത് പോലും ശ്രദ്ധിച്ചുകൊണ്ട് മാലിക്കിന്റെ തങ്ങളുടെ ബഹുവർക്ക് മുന്നിൽ പോയിട്ട് നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യ വാക്കുകൾ പറയാൻ കഴിയുമോ? റൗദയുടെ മുന്നിൽ പോയി നിന്ന് റൗദയുടെ നാട്ടിലിറങ്ങിയാൽ പോലും നമ്മുടെ മനസ്സും നാവും ഒക്കെ നിയന്ത്രിക്കുന്നത് മറ്റൊരു ലോകത്തല്ലേ നിയന്ത്രണം നൽകുന്നത്? അങ്ങനെയുള്ള ഒരു കേന്ദ്രമാണ് മർക്കസെങ്കിൽ ആ ദിവസം, അതിന്റെ മാത്രം ദിവസം അവിടുത്തെ തെറി പിടിക്കാൻ വരാൻ കഴിയോ? വ്യക്തമായ ചോദ്യമാണിത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ വിഭാഗം കളവിൽ മാത്രം ജീവിക്കുന്നത്. എന്നിട്ട് ഇവര് എനിക്കെതിരെ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, സംഘടനാപരമായ പല ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചിട്ട് ഞാൻ പണ്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറയാൻ ഞാനത് എസ് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, ദർശന ചാനലിനെതിരെ ഞാൻ സ്വീകരിച്ചു. ഞാൻ ഇറക്കിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ മാത്രം ഞാൻ പേരോടല്ലോ. അത് ഇറക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, യൂട്യൂബിലുണ്ടത്, 1,00,000-ലധികം ആളുകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അത് ഇറക്കിയത് എപ്പോഴായിരുന്നു വെച്ചാൽ അത് ആ ചാനൽ വരുന്നതിന് മുമ്പായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ പറഞ്ഞിരുന്നു കുറേ കാര്യങ്ങൾ. എന്നിട്ട് ചാനൽ റിലീസ് ആവുന്ന ദിവസം രാവിലെ ഞാൻ കോഴിക്കോട് റൂമൊക്കെ എടുത്തു. കാരണം എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ, എൻ്റെ സ്വന്തം വീട്ടിലൊന്നും ടി വി ഇല്ല. അപ്പോൾ റൂം എടുത്ത് ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളായിട്ട് ഇരുന്നു. അതിൽ കേബിളൊക്കെ കുത്തിയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, ഡയറക്റ്റ് റെക്കോർഡിങ് ചെയ്യാം, ക്യാമറ കൊണ്ടല്ലാതെ. അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നു. കാരണം എന്താ, ഞാൻ പ്രഖ്യാപിച്ച് തെളിവുകൾ നിരത്തി ഒരുപാട് സംഭവങ്ങൾ കൊണ്ടുവന്ന ഒരു ചാനൽ റിലീസാവുമ്പോൾ, അപ്പൊ ഞാൻ പറഞ്ഞത് അതുപോലെ ഉണ്ടെന്ന് എനിക്ക് കാണിക്കാൻ കഴിയുമല്ലോ. അന്നത്തെ ദിവസം ഫുള്ള് റെക്കോർഡ് ചെയ്യാനാണ് തീരുമാനം. ആദ്യത്തെ ഘട്ടത്തിലൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, അപ്പം ബാക്കിലും വരുമല്ലോ. അങ്ങനെ ഒരു 3/4 മണിക്കൂർ കണ്ടപ്പോൾ വെള്ളത്തലപ്പവതരിച്ച് പ്രായത്തോൾ എന്റെ പഴയകാല നേതാവ് കാന്തപുരേക്ക് ദർശന ചാനലിൽ വന്നിട്ട് അതിന് മുമ്പ് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്ഥലത്ത് 110 കോടി നിങ്ങൾ ഉണ്ടാക്കുന്നില്ലടോ ചാനൽ ഉണ്ടാക്കാൻ, ഞാൻ 40 കോടിയുടെ പള്ളി ഉണ്ടാക്കാൻ പോകും, എത്തിച്ചായി പോയോ എന്ന് ചോദിക്കുന്ന ആള് തന്നെ 3/4 മണിക്കൂറാകുമ്പോൾ ചാനൽ വന്നിട്ട് ഫുള്ളായിട്ട് കയ്യും കെട്ടിയിരുന്ന് വളരെ വിനീത വിധേയനായിട്ട് ആശംസ, നല്ല പിന്തുണ നൽകാണ് ചാനലിൽ. അപ്പൊ തന്നെ ഞാൻ കൂടെയുള്ളവരോട് പറഞ്ഞു, മോനെ നിർത്തിക്കള, ഷെയ്ഖ് എങ്ങനെയാണെങ്കിൽ മുരീദ് വണ്ടി വിടുന്നു. ഞാൻ നിർത്തി. എന്നിട്ടിപ്പോ വന്ന് പറയാണ്, ഈ ചാനലിനെതിരെ പറഞ്ഞ രാമതല്ലേ നിങ്ങൾ കൊണ്ടുനടക്കാണോ എന്ന് ചോദിച്ചത്. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അന്നേ ഇന്നും എന്നും എന്നോടടക്കം സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ ഔദ്യോഗിക ചാനലല്ല. പിന്നെന്താ പ്രശ്നം? പക്ഷെ സിറാജ് ദിനപത്രം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുതലാളിയായിട്ടുള്ള പത്രമാണ്, നമുക്കെന്താ പറയാം. ആ പത്രത്തിൽ വരുന്ന നഗ്ന ചിത്രങ്ങളെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? സുബിഹിക്ക് ഒതുണ്ടാക്കി വന്നിട്ട് ഇങ്ങനെ പത്രം വായിക്കാൻ ഇരിക്കുമ്പോൾ അത് ഏത് ഭാഗത്ത് കൊടുക്കാലും ഒതു പറയും. ഇനി നാളെ തെളിവായി കൊണ്ടുവന്ന അത് ഭംഗി വന്നു. എപ്പുണ്ടാക്കുന്നത് ഞാൻ അനുവദിക്കൂല, ഞാൻ പഠിപ്പിച്ച പണിയില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇത് അവസ്ഥ ഗൾഫിൽ പോയവർക്കറിയാം. ഗൾഫിലെ സിറാജ് കാണാണ് പിന്നെ സിനിമക്ക് പോകേണ്ടി വരില്ല, അതിനേക്കാൾ നല്ല ചിത്രമല്ല. ആ വിധത്തിലേക്ക് അത്രമേൽ അപകടകരമാണ് ഈ സംഘടന എന്നാ ഞാൻ പറയുന്നത്. എന്നിട്ട് ആ ചാനലിന്റെ വിഷയമാണ് എന്നോട് പറയുന്നത്, എന്നാ പിന്നെ ഇതേതാ മാസികത്ത് നേരത്തെ താങ്കൾ പറഞ്ഞ പൂങ്കാവനത്തോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. പക്ഷെ പൂങ്കാവനത്തിലെ ചില ചെയ്തികളോട് ഒരിക്കലും അംഗീകാരമില്ല. എന്നാലും ഈ പൂങ്കാവനം ഇത് പറയുമ്പോൾ SSF പറയും അത് ഞങ്ങളെ പത്രമല്ല. ഇതുവരെ അങ്ങനെ തോന്നുന്നു, AP വിഭാഗത്തിന് എന്ത് പറഞ്ഞാലും ഉടനെ ഞങ്ങളാളല്ല, ഞങ്ങളെ പത്രമല്ല എന്ന് പറയും. അതുവരെ ഞങ്ങളാളല്ല. പല്ലിയാണ് ഇവരെ മാതൃക. പല്ലിന് സാധാരണ നമ്മൾ പിടിക്കാൻ പോയി എന്താ ചെയ്യാ, വാല് മുറിച്ച് അങ്ങോട്ടിട്ടൊന്ന് അവരങ്ങോട്ട് ബഹുമാനപ്പെട്ട പല്ലി പോവും, പക്ഷെ മറ്റേ സാധനം മാത്രം താഴെ ഉണ്ടാവും വാല്. അപ്പൊ ഈ പൂങ്കാവനത്തിൽ ഒരു പരസ്യം എന്നെ ചോദ്യം ചെയ്യുന്നവരോടാ പറയുന്നത്, ദർശന ചാനലിന്റെ പരസ്യം പൂങ്കാവനത്തിലെ ഇതേ പ്രസംഗം ഈശ്വരമംഗലത്ത് വന്നൊരു സഖാഫിയാണ് പ്രസംഗിച്ചത്. ആ സഖാഫി കാണാനാ പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ ആളുകൾ കാണാനാ പറയുന്നത്, ഈ പത്രത്തിൽ പൂങ്കാവനത്തിൽ ദർശന ചാനലിന്റെ പരസ്യം കൊടുത്തിരിക്കുന്നു. അപ്പൊ SSF പറയും ഞങ്ങളതല്ല പത്രം. പക്ഷെ നിങ്ങൾ പ്രസംഗിക്കാൻ കൊണ്ടുവന്നത് ആരാ? സിദ്ദീഖ് സഖാഫിനല്ലേ. സിദ്ദീഖും പറയും ഞങ്ങളുടെ സംഘടന പത്രം. എന്നാലും സിദ്ദീഖിന്റെ കല്യാണം സ്വന്തം കല്യാണം തന്നെ ആയിരിക്കുമല്ലോ, അതിൽ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. മാത്രമല്ല സിദ്ദീഖ് കല്യാണം കഴിച്ചത് വെട്ടിക്കാട്ടിലെ ഹംസാജിന്റെ മകൾ മുസ്ലിം തന്നെയല്ലേ. എന്നാ പിന്നെ കേട്ടോളൂ പൂങ്കാവനത്തിലേക്കാണ്.
അരിയൂരിൽ നിന്നൊരു ശുഭവാർത്ത. ഏത് പൂങ്കാവനോ? നമ്മുടെ ഈ സാധനം ഇറങ്ങി ദർശനന്റെ പരസ്യം വന്ന പൂങ്കാവനെ ഞങ്ങളതല്ല എന്ന് പറഞ്ഞാൽ സംഘടന കൈയൊഴിഞ്ഞാലും സംഘടനാ നേതാവായ സിദ്ദീഖിന് കൈയൊഴിയണം. ഇത് കേട്ടിട്ട് മാറാൻ പറ്റാത്തവന് ഇനിയിപ്പോ പരസ്യം നേരിട്ട് വന്ന് പറഞ്ഞാലും മാറൂല. അത് പറയേണ്ടില്ല. മൂപ്പർ ഇത്ര നേരം പ്രസംഗിക്കേണ്ട ഇവരോടല്ല. ഇത് പ്രസംഗിക്കേണ്ടത് കുറച്ച് അസുഖക്കാരെ കൂട്ടിപ്പിടിച്ചിട്ടാണ്. അല്ലാഹു ഹിദായത്ത് തരട്ടെ. ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ഗുരുവര്യന്മാരോട് നിങ്ങൾ ചോദിക്കണം. 1989 കാലഘട്ടം മഹാനായ റഈസുൽ മുഹദ്ദിസീൻ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് സെക്രട്ടറിയുമായിരിക്കുമ്പോൾ ആ പാവപ്പെട്ട ഗുരുവര്യന്മാരുടെ കാൽപാദത്തിൽ ചവിട്ടിത്തെറിപ്പിച്ച് ഭൗതികതയുടെ അതിപ്രസരം ബാധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുമ്പോൾ, നിങ്ങൾ ആളുകൾ ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ ഗുരുവര്യന്മാരുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടായ വേദന കാലഘട്ടം പിന്നിടുമ്പോൾ അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നത് നിങ്ങൾ മറന്നുപോയി. പണ്ടേ ഒരു ചെല്ലുണ്ട്, കൊല്ലത്ത് കൊടുത്താൽ കൊയിലാഞ്ചിയിൽ കിട്ടും. അത് കാന്തപുരം മറന്നുപോയതാ. അതാണ് മലപ്പുറത്ത് സംഭവിച്ചത്, കളിപ്പറമ്പ് സംഭവിച്ചത്. നേരത്തെ രാമന്തള്ളി പറഞ്ഞതുപോലെ ഇനി മംഗലാപുരത്ത് സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണൂ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണാനും പഠിക്കാനും ഇരിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നൽ കദിബ, നിശ്ചയം കളവ്. ശരിക്കും പഠിച്ചോ എസ്എസ്എഫുകാരാ. ഞാൻ വളരെ ചാരിതാർത്ഥ്യത്തോടെ അഭിമാനത്തോടെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. മരിക്കുകയാണെങ്കിലും സമാധാനം. ഇനിയിപ്പോ നാളെ മരിച്ചു പോയാലും സമാധാനം. കാരണം ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഭാഗ്യം അല്ലാഹു തന്നല്ലോ എന്നോർക്കുമ്പോൾ. കാരണം